والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. യോഗം നിയന്ത്രിക്കുന്ന ആദരണീയരായ അധ്യക്ഷർ, ഉദ്ഘാടകർ, പ്രമേയ പ്രഭാഷണം നടത്തിയവരും സദസ്സിലും വേദിയിലും സന്നിഹിതരായ പണ്ഡിതന്മാർ, ശ്രോതാക്കൾ, ദൂരദിക്കുകളിൽ നിന്ന് ഓൺലൈനിലായും അല്ലാതെയും ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, വിശ്വാസികളെ, നാം അറിഞ്ഞതുപോലെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സഭയുടെ 6 പതിറ്റാണ്ട് പിന്നിട്ട് ഇന്നും ഈ കേരളീയ മണ്ണിൽ വിശേഷിച്ചും സുന്ദരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സംഘത്തിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു പരിപാടിയിലാണ് നാം നിലകൊള്ളുന്നത്. ഇവിടെ നമ്മൾ കേട്ടതുപോലെ ഈ സ്പീക്കർ എന്ന് പറയുന്ന ഈ യന്ത്രത്തോട് ഏതാനും നൂറ്റാണ്ടുകളായി ശാസ്ത്രത്തിൻ്റെ സംഭാവനയായി നമുക്ക് ലഭിച്ച ഈ യന്ത്രത്തോട് എന്തോ ഒരു ദേഷ്യമോ വിരോധമോ ഉള്ള പിന്തിരിപ്പന്മാരും ലോകം തിരിയാത്തവരുമായ ഒരു സംഘടനയോ ഒരു കൂട്ടമോ അല്ല ഈ മഹത്തായ പണ്ഡിത സഭ. നമുക്കറിയാം, ഇത് AI കാലഘട്ടമാണ്. ഈ കാലഘട്ടമാണ്. ശാസ്ത്രം അതിവേഗം ബഹുദൂരം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മുടെ ഇടയിൽ സജീവമായിരുന്ന പല ഉപകരണങ്ങളും യന്ത്രങ്ങളും ഇന്ന് നമുക്ക് അപരിചിതമായി കൊണ്ടിരിക്കുന്ന, അത്രയും അധികം വേഗത്തിൽ ശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ വീടുകളിലും മറ്റും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സഹായകമായി, ഉപകാരപ്രദമായി ശാസ്ത്രത്തിൻ്റെ നിരവധി സംഭാവനകൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ സംഭാവനകളോടോ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളോടോ അതിവേഗം ബഹുദൂരം കുതിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ രീതിയോടോ പൊരുത്തപ്പെടാത്തവരോ ഇഷ്ടപ്പെടാത്തവരോ അല്ല ഒരിക്കലും ഈ സംഘം. നമ്മുടെ പള്ളികളിൽ ഫാനുണ്ട്, പള്ളികളിൽ AC ഉണ്ട്, വീടുകളിൽ ഫ്രിഡ്ജും മോട്ടോറും വാഷിംഗ് മെഷീനും എല്ലാമുണ്ട്, കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. അതിനപ്പുറം എന്തെല്ലാം ആധുനിക സംവിധാനങ്ങൾ നമുക്ക് ശാസ്ത്രം സംഭാവന നൽകിയിട്ടുണ്ടോ അതൊക്കെയും അംഗീകരിക്കുന്ന, ലോകത്തിന്റെ വിഗതികതകൾ തിരിച്ചറിഞ്ഞ് കാലത്തോടൊപ്പം അല്ല മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ സഞ്ചരിക്കുന്നവരാണ് ഈ ജംഇയ്യത്തുൽ ഉലമ. ആചാരങ്ങളിൽ പോലും ശർഇനും പ്രമാണങ്ങൾക്കും അനുകൂലമാകുന്ന പുതിയ ആചാരങ്ങൾ പുണ്യകരമാണ് എന്ന് സവിസ്തരം പ്രാമാണികമായി ഈ ലോകത്തെയും സമൂഹത്തെയും പഠിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടനയെ എന്തുകൊണ്ടാണ് ലോകം തിരിയാത്തവരും എന്നോ കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോകേണ്ടവരുമാണ് എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ആരാധനകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമായ ആരാധനകളിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആരാധനകളിൽ ഇത്തരം പുതിയ പുതിയ കണ്ടെത്തലുകളും പരിഷ്കാരങ്ങളും അനുവദിക്കുന്നില്ല. അഥവാ ശർഇന് വിരുദ്ധമായ, ഇസ്ലാമിന് യോജിക്കാത്ത, ഫിഖ്ഹിന് അന്യമായിട്ടുള്ള പരിഷ്കാരങ്ങളും പുത്തൻ പ്രവണതകളും മാത്രമാണ് നമുക്ക് പ്രശ്നമുള്ളൂ. മറ്റുള്ള എന്തെല്ലാം ഭൗതികമാവട്ടെ, ആരാധനകളുടെ
പുറംപൂച്ചിലാവട്ടെ പുറം ഭാഗത്താവട്ടെ ആരാധനയുടെ അന്തസത്തയെ അതിന്റെ ഷർത്തുകളെയോ ഫർളുകളെയോ ബാധിക്കാത്ത ഏത് പരിഷ്കാരങ്ങളെയും യാതൊരു മടിയും കൂടാതെ ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ എന്ന് പറയുമ്പോ ഇത് ലോകത്തിന്റെ ചലനവും ഗതിഗതികളുമെല്ലാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘം തന്നെയാണെന്ന് നമുക്ക് സധൈര്യം പറയാം. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യന്ത്രം ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് ശാസ്ത്രം സംഭാവന നൽകിയതാണ്. ഇതിന്റെ വിരോധികളായിരുന്നു ഈ സംഘടന എങ്കിൽ ഈ പ്രസംഗത്തിന് ഇത് ഉപയോഗിക്കുമായിരുന്നു. ഇതിന്റെ സംഘടനാ സമ്മേളനങ്ങൾക്ക്, സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾക്ക്, മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് നമുക്ക് പ്രശ്നമില്ല. പിന്നെ എന്തെല്ലാം സംവിധാനങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ. നമ്മുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുവാൻ വേണ്ടി, ശബ്ദം അപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കുവാൻ വേണ്ടി ശാസ്ത്രം പരിഹാരം കണ്ടെത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് നമുക്കറിയാം. ഇതില്ലാതെ സംസാരിച്ചാൽ ഈ അടുത്തിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് കേൾക്കുക. ശബ്ദം അപ്പുറത്തേക്ക് എത്തിക്കണം. അത് ശരിയായ ശബ്ദമാണോ യാന്ത്രിക ശബ്ദമാണോ ഇരിക്കട്ടെ, അപ്പുറത്തേക്ക് കേൾക്കുക എന്നുള്ള ആ ഒരു ഉപകാരത്തിന് വേണ്ടി, ആ ഒരു നേട്ടത്തിന് വേണ്ടി ശാസ്ത്രം നമുക്ക് നൽകിയതാണ് ഈ ലൗഡ് സ്പീക്കർ എങ്കിൽ അതുപോലെ എന്തെല്ലാം പരിഷ്കാരങ്ങൾ. വീണ്ടും വീണ്ടും കേൾക്കുവാൻ, ഒരാൾ സംസാരിച്ച സംസാരം, പാട്ടുകള്, ഖുതുബകള്, ഇതെല്ലാം വീണ്ടും വീണ്ടും കേൾക്കുവാൻ ശാസ്ത്രം നൽകിയതാണല്ലോ വിവിധ തരത്തിലുള്ള റെക്കോർഡിംഗ് സംവിധാനങ്ങൾ. വിദൂരത്തുള്ള ആളുകളെയും മറ്റുള്ള നാടുകളിലുള്ള ആളുകളുമായും ആശയവിനിമയം നൽകാൻ, കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ വേണ്ടി ശാസ്ത്രം നൽകിയിട്ടുള്ള ടെലിഫോണുകൾ, മറ്റുള്ള ആളുകളെ, ദൂരത്തുള്ള ആളുകളെ നമുക്ക് കാണുവാൻ നമുക്ക് സംവിധാനമില്ല. ആ ഒരു പ്രശ്നത്തിന് വേണ്ടി ശാസ്ത്രം നമുക്ക് നൽകിയതല്ലേ ടെലിവിഷനുകൾ, ലൈവുകൾ, തത്സമയം അവിടെ നടക്കുന്ന പ്രസംഗങ്ങളും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും കാണുവാനും കേൾക്കുവാനും നമുക്ക് ശാസ്ത്രം സമ്മാനിച്ചിട്ടുള്ള സംഭാവനകളാണ് ഈ രൂപത്തിലുള്ള ലൈവ്. ഈ ഒരു പരിപാടി ഏതെല്ലാം ഭാഗത്ത് നിന്ന് ആളുകൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ശാസ്ത്രം നൽകിയ വലിയൊരു സംഭാവനയല്ലേ, നേട്ടമല്ലേ? അത് അവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ശാസ്ത്രത്തിന്റെ ആധുനിക വിദ്യയോട്, സംഭാവനയോട് ഒരിക്കലും നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പോ ആ ഒരു സംസാരം മറ്റൊരു ഭാഷയിൽ നമുക്ക് ശ്രവിക്കുവാനുള്ള ഏതെല്ലാം സംവിധാനങ്ങളാണ് പുതിയ ലോകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രം. സിമുലേറ്റനിയസ് ഇന്റർപ്രിട്ടേഷൻ നമുക്കറിയാലോ. അന്താരാഷ്ട്ര കോൺഫറൻസുകളിലും സമ്മേളനങ്ങളിലുമെല്ലാം ആ ഒരു ആധുനിക യന്ത്രം, സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒരു ഭാഷയിൽ പറയുമ്പോ മറ്റൊരു ഭാഷയിൽ നമുക്ക് കേൾക്കാം. ഖതീബ് മലയാളത്തിൽ ഖുത്ബ ഓതിയാൽ കേൾക്കുന്ന നമുക്ക് അറബിൽ അത് കേൾക്കാം. ബംഗാളികൾ ഉണ്ട് എങ്കിൽ അവരുടെ ഭാഷയിൽ അവർക്ക് കേൾക്കാം. അതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് വോയിസായി, സംസാരമായി രൂപാന്തരപ്പെടുത്തുവാൻ ശാസ്ത്രത്തിന് ഇന്ന് പരിഹാരമുണ്ട്. TTS-ഉം STT-യും സ്പീച്ചിൽ നിന്ന് ടെക്സ്റ്റിലേക്കും, ടെക്സ്റ്റിൽ നിന്ന് സ്പീച്ചിലേക്കും ഞാൻ വിശദീകരിക്കുന്നില്ല അതൊന്നും. എന്തെല്ലാം സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു സംസാരം കൃത്രിമമായി നിർമ്മിക്കുന്ന വോയിസ് ക്ലോണിങ്ങുകൾ, ഇതെല്ലാം ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകളാണ് എങ്കിൽ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. ഈ സംവിധാനങ്ങളിലെല്ലാം, ഈ ശാസ്ത്രത്തിന്റെ പിടുത്തങ്ങളിലെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? നമുക്കറിയാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു സ്പീക്കർ എന്താണ് യഥാർത്ഥത്തിൽ? ഇവിടെ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു, ശാസ്ത്രീയമായി തന്നെ വിശദീകരിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ഒരു സ്പീക്കർ നമ്മുടെ ജുമുഅ ഖുത്ബ അടക്കമുള്ള ആരാധനകളിൽ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രശ്നം? ഈ കാണുന്ന മൈക്ക്, ഇതിന്റെ അപ്പുറത്ത് കാണുന്ന ആ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന ബോക്സ്, ആ ബോക്സിൽ നിന്ന് ഒരു ശബ്ദമുണ്ടാകുന്നു എന്നുള്ളത് ആരും നിരസിക്കുകയില്ല. ഇതിന് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണ്ട. ലൗഡ് സ്പീക്കറിന്റെയോ
ഒരാൾ ഇവിടെ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് കാണുന്ന ആ ബോക്സിൽ നിന്ന് ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന, അതാണ് അതിന്റെ പേര്, മൈക്രോഫോൺ. അപ്പുറത്ത് കാണുന്ന ആംപ്ലിഫയർ, അതിനപ്പുറത്ത് കാണുന്ന ലൗഡ് സ്പീക്കർ. ഈ ലൗഡ് സ്പീക്കറിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവുന്നു എന്നുള്ളതിന് കൂടുതൽ തെളിവുകളിൻ്റെ ഒന്നും ആവശ്യമില്ല, ശാസ്ത്രീയ രേഖകൾ അതിന് ആവശ്യമില്ല. വളരെ സിമ്പിളായി തന്നെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോലും അറിയാമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കേട്ടല്ലോ. സ്കൂളിലും പഠിക്കേണ്ടതില്ല, അതിൻ്റെ മുമ്പിൽ പോയി നിന്നാൽ കേൾക്കാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നുണ്ട് എന്ന്. എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ എൻ്റെ വായിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു എന്ന് ഒരാൾക്ക് തിരിച്ചറിയുന്നത് പോലെ അതിൻ്റെ അടുത്ത് പോയി നിന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനെന്തിനാ ഇത്ര കൂടുതൽ വിശദീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. എൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന ഈ ശബ്ദം, അത് എൻ്റെ ശബ്ദമാണ്, മനുഷ്യ ശബ്ദമാണ്. അതിനുള്ളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം, എത്ര സ്പീക്കറുകളുണ്ടോ അതിൽ നിന്നെല്ലാം ശബ്ദമുണ്ടാകുന്നുണ്ട്. ആ ശബ്ദം യാന്ത്രിക ശബ്ദമാണ് എന്ന് തെളിയിക്കുവാൻ എന്തിനാണ് തെളിവ്? അതാർക്കാ ബോധ്യപ്പെടാത്തത്? എൻ്റെ വായിൽ നിന്നുണ്ടാകുന്നതാണ് എൻ്റെ ശബ്ദം, അതിൽ നിന്നുണ്ടാകുന്നത് അതിൻ്റെ ശബ്ദം. രണ്ട് ശബ്ദം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാലോ, ഒരു ശബ്ദം നമ്മൾക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തിന് ഒരു സ്രോതസ് വേണം, ആ ശബ്ദം സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം വേണം, ആ ശബ്ദത്തിന് ഒരു പ്രഭവ കേന്ദ്രം വേണ്ടേ? തീർച്ചയായും വേണം. ഇവിടെ എൻ്റെ വായിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിന്റെ പ്രഭവ കേന്ദ്രം എൻ്റെ വായാണ്. എൻ്റെ സ്വനതന്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, സ്വനതന്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം എന്ന് പറഞ്ഞാൽ അതാണല്ലോ നമുക്കറിയാം. വസ്തുക്കളുടെ കമ്പനത്തിനാണ് ശബ്ദമെന്ന് പറയുന്നത്. എൻ്റെ സ്വനതന്തുക്കളുടെ കമ്പനം മൂലം എൻ്റെ വായിൽ നിന്ന് ശബ്ദമുണ്ടാകുന്നത് പോലെ ഇവിടെ തൊട്ടു നോക്കിയാൽ നമുക്കറിയാം ഒരു വൈബ്രേറ്റ്, ഒരു കമ്പനം. ഇത് മൂലമാണ് എൻ്റെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വരുന്നത് എങ്കിൽ അതുപോലെ ആ ലൗഡ് സ്പീക്കറിന്റെ, ആ വസ്തുവിന്റെ, യന്ത്രത്തിന്റെ ഉള്ളിലുള്ള ഡയഫ്രം എന്ന് പറയുന്ന വസ്തുവിന്റെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അത് ആ രൂപത്തിൽ അതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി പഠിച്ച ആളുകൾക്ക് അറിയുള്ളൂ എങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുവാൻ ഒരു പണ്ഡിത സംഘടന വേണോ? ഒരു ശാസ്ത്രീയ ഗ്രന്ഥം വേണോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഏതാളുകൾക്കും തിരിയും. അപ്പൊ രണ്ട് ശബ്ദമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. രണ്ടല്ല, എത്ര സ്പീക്കറുകൾ, ലൗഡ് സ്പീക്കറുകൾ ഉണ്ടോ അഥവാ ബോക്സുകളുണ്ടോ അതിൽ ഓരോന്നിൽ നിന്നും ശബ്ദമുണ്ടാകുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമല്ലേ? അത്രയും ശബ്ദങ്ങൾ ഇവിടെ ഓരോ ശബ്ദ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എങ്കിൽ ഇതെല്ലാം ഒരാളുടെ വായിൽ നിന്നുണ്ടാകുന്നതാണ് എന്നാണോ മറുപക്ഷം പറയുന്നത്? ഒരാളും അങ്ങനെ പറയില്ല. ഇവിടെയാണ് പിന്തിരിപ്പൻ നയം. ഇത് ആരാധനകളിലും ഇബാദത്തുകളിലും വേണ്ടെന്ന് പറയുന്നതല്ല. ഇപ്പോഴും ഇതിൽ സംസാരിക്കുമ്പോ സംസാരിക്കുന്നയാളുടെ തനതായ സൗണ്ട്, അതേ ഇസൽ, അതേ രൂപത്തിൽ, അതേ സ്വഭാവത്തിലാണല്ലോ അതിലൂടെ കേൾക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്നത് ഇത് തന്നെയാണെന്ന് പറയുന്നതിനല്ലേ പിന്തിരിപ്പൻ നിലപാടെന്നും ശാസ്ത്രം തിരിയാത്തവരെന്നും ലോകത്തെക്കുറിച്ചുള്ള ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്നും പറയേണ്ടത്? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ ഒരു ശബ്ദം ഉച്ചത്തിൽ ഉണ്ടാകുന്ന, അഥവാ അതിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാകുന്നു, ലൗഡ് സ്പീക്കർ. ആ പേരിലാണ് ചില ആളുകൾക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ്, അഥവാ സംസാരിക്കുന്നവന്റെ ശബ്ദം ഉച്ചത്തിലാക്കുന്ന ധർമ്മമാണത്രേ ലൗഡ് സ്പീക്കറിന്റെ പ്രവർത്തനം. സംസാരിക്കുന്നവന്റെ ശബ്ദം ഉച്ചത്തിലാക്കുക അല്ല. രണ്ട് ശബ്ദമുണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാകുന്നു. എന്റെ വായിൽ നിന്ന് പതുക്കെ ചെറിയ ശബ്ദത്തിൽ ശബ്ദമുണ്ടാകുന്നുവെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ശബ്ദമുണ്ടാക്കുവാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം എനിക്ക് മാത്രമല്ല, അത് കൂട്ടുവാനും കുറക്കുവാനും പറ്റുന്നത്. അവിടെ ഇരിക്കുന്നയാൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെ കൂട്ടുവാനും കുറക്കുവാനും പറ്റില്ലേ?
ഞാൻ സംസാരിക്കുന്ന ശബ്ദമാണോ അത്? അതെങ്ങനെ അദ്ദേഹം കൂട്ടും? അതെങ്ങനെ അദ്ദേഹം കുറക്കും? യാന്ത്രിക ശബ്ദമായ ആ ശബ്ദത്തെയാണ് കുറക്കുന്നതും വോള്യം കുറക്കുന്നതും വോള്യം കൂട്ടുന്നതിനുമനുസരിച്ച് കൂടുന്നതും കുറയുന്നതുമെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്നത് വേറെ തന്നെയായ ഒരു യാന്ത്രിക ശബ്ദമാണ് എന്നുള്ളത് ആർക്കും പച്ചയായി ബോധ്യപ്പെടുന്ന ഒരു പരമാർത്ഥമാണ്. അവിടെ ആ പേരിൽ പിടിച്ചുകൊണ്ട് ലൗഡ് സ്പീക്കർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അഥവാ ശബ്ദത്തെ വലുതാക്കുന്നത് എന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് എത്രത്തോളം നാണക്കേടാണ്. വലിയവർ ചെറുതാവരുതെന്ന് നമുക്ക് പറയുവാനുള്ളൂ. അപ്പുറത്തുള്ള ആളുകളെ നമുക്ക് കാണുവാനുള്ള സംവിധാനമാണല്ലോ ടെലിവിഷൻ ലൈവ്. ഇന്ന് ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം അവരുടെ കമ്പ്യൂട്ടറുകളിൽ, അവരുടെ മൊബൈലുകളിൽ ചിത്രം കാണുന്നുണ്ട്. ആരെയാണ് കാണുന്നത്? എന്നെ കാണുന്നുണ്ട്. അത് ഞാനാണെന്ന് ആരെങ്കിലും പറയുമോ? ഈ പരിപാടി വീക്ഷിക്കുവാൻ, ഈ ശബ്ദം അപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കുവാൻ ശാസ്ത്രം നൽകിയിട്ടുള്ള വലിയൊരു സമ്മാനമാണ്, സംഭാവനയാണ് ആ ലൈവ് എങ്കിൽ അത് കാണുന്ന ഒരാൾ അതാ ജഅഫർ മുഈനിയാണ് ഇവിടെ എന്ന് വീടിന്റെ ഉള്ളിലെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് മൊബൈലിലേക്ക് ചൂണ്ടിയിട്ട് ആരെങ്കിലും പറയുമോ? ഒരു കള്ളൻ ഒരു CCTV ക്യാമറയിൽ പതിയുമ്പോ അതാ കള്ളൻ എന്ന് ആരെങ്കിലും പറയുമോ? ആ കള്ളനെ പിടിച്ച് എറിയുമോ? ആ കള്ളനെ പിടിച്ച് അടിക്കുമോ? ഇതൊക്കെ എത്രത്തോളം വിഡ്ഢിത്തമാണ്. ഈ കാലഘട്ടത്തിലും യന്ത്രത്തിൽ നിന്നുണ്ടാകുന്ന ശബ്ദം യാന്ത്രിക ശബ്ദമല്ല, അത് മനുഷ്യ ശബ്ദമാണ് എന്ന് പറയുന്ന ആളുകളോട് എന്തു പറയാൻ? ഒരാൾ ടെക്സ്റ്റ് ചെയ്ത് അത് വോയിസ് രൂപത്തിലാക്കുന്ന ആ ഒരു സംവിധാനത്തിൽ ഖത്തീബ് മിമ്പറിൽ നിന്ന് മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ടെക്സ്റ്റ് ചെയ്യുന്നു. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ 39 ആളുകളുടെയും ചെവിയിലേക്ക് അത് വോയിസ് ആയിട്ട്, സ്പീച്ചായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. എന്ത് പറയും? ആരുടെ ശബ്ദമാണത്? ഖത്തീബിന്റെ ശബ്ദമോ? ഖത്തീബ് അവിടെ സംസാരിച്ചിട്ടുണ്ടോ? ഭാഷകൾ മാറ്റുന്ന ഇലക്ട്രോണിക് ട്രാൻസ്ലേഷനുകളുള്ള ഈ കാലത്ത് മലയാളത്തിൽ ഒരു ഖത്തീബ് ഖുതുബ ഓതുന്നു, അത് അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നു യന്ത്രം. ഇവിടെ അറബിയിൽ ഖുതുബ ഓതുന്നുണ്ടോ? ആ ഖത്തീബിന്റെ അതേ ശബ്ദം തന്നെയാണ് കേൾക്കുക. ഇപ്പൊ ഞാനാണ് സംസാരിക്കുന്നത് എങ്കിൽ എന്റെ ശബ്ദം കേട്ട് പരിചയമുള്ള ആളുകൾ അതിലൂടെ കേട്ടാലും പറയും അത് ഞാനാണ് എന്ന്. പറയും എന്നാ പറയുന്നത്. പറയുന്നതെല്ലാം യാഥാർത്ഥ്യമാണോ? 40 ആളുകളെ കേൾപ്പിക്കുക, ഇതല്ലേ ജുമാന്റെ ഖുതുബന്റെ ഷർത്തുള്ളൂ? നിസാരമായി അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇതല്ലേ? ഇവിടെ ഒരാൾ 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിച്ചാൽ ഈ അഹൂജയുടെ മൈക്കാണ് കേൾപ്പിച്ചത്, ഈ സംസാരിച്ചയാളല്ല കേൾപ്പിച്ചത് എന്ന് ആരെങ്കിലും പറയുമോ എന്നാ? ശരിയാണ്, ആരും പറയൂല. മൈക്കല്ല സംസാരിച്ചത്, ഈ സംസാരിക്കുന്നവൻ തന്നെയാണ് സംസാരിച്ചതെന്ന് പറയും. അത് സംസാരത്തിലോ ലൗഡ് സ്പീക്കറിലോ മാത്രമല്ലല്ലോ, ലൈവിൽ കാണുന്നയാളും ഇതും TV ആണ് സംസാരിക്കുന്നത്, TV ആണ് കാണുന്നത്, ആരും പറയൂല. പറയുന്നത് ആരുടെ ചിത്രമാണോ കാണുന്നത് അയാൾ സംസാരിക്കുന്നു, അയാളെ നമ്മൾ കാണുന്നു എന്ന് തന്നെയാണ് പറയുക. ആ ഫ്ലക്സിൽ കാണുന്ന ആ ചിത്രം ഏതെങ്കിലും ഒരു വ്യക്തിയുടേതാണെങ്കിൽ അത് തങ്ങളാണ്, ഇന്നാൽ ഇന്നയാളാണ് എന്ന് തന്നെയല്ലേ പറയുക. എന്നാൽ അത് അദ്ദേഹമാണോ, അതാണോ വസ്തുത എന്ന് ചോദിച്ചാൽ ആർക്കാണത് അറിഞ്ഞുകൂടാത്തത്? ഒരാളുടെ അതേ ഫേസ് കട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഒരാളെ TV-യിലോ മറ്റോ വീഡിയോയിലോ കാണുമ്പോ ഇതൊക്കെ അദ്ദേഹം തന്നെയാണെന്ന് പറയുന്ന ആളുകളാണ്. സ്പീക്കർ എന്ന് പറയുന്ന ആ യന്ത്രത്തിൽ നിന്നും കേൾക്കുന്ന ശബ്ദം സംസാരിക്കുന്നവന്റെ ശബ്ദത്തോട് തുല്യമായതിനാൽ ഇവന്റെ ശബ്ദം തന്നെയാണ് എന്ന് പറയുന്നത്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ജുമുഅ ഖുതുബ അടക്കമുള്ള ഇബാദത്തുകളിലാണ് ഇത് പറ്റില്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണത്? തീർച്ചയായും ഇബാദത്തുകളുടെ ചില നിബന്ധനകൾക്ക്, ശാഫിഈ മദ്ഹബ് പ്രകാരമുള്ള ചില ഷർത്തുകൾക്ക് ഭംഗം വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. ഒന്നാമതായി അല്ലാഹു തആല നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യണം. നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് യന്ത്രങ്ങളെയോ മറ്റോ പകരമാക്കാൻ ഒരിക്കലും ന്യായമില്ല എന്ന് നമുക്കറിയാമല്ലോ.
ഇനി എന്തെല്ലാം ഇവിടെ വരാനിരിക്കുന്നു. നമുക്കറിയാലോ, നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യുന്ന യന്ത്ര മനുഷ്യന്മാർ വളരെ സുന്ദരമായി, ഈ അടുത്ത പത്രത്തിൽ നമ്മളെല്ലാവരും വായിച്ചവരാണല്ലോ, ഇനി സ്ഥാപനങ്ങളിൽ അധ്യാപകരുടെ ആവശ്യമില്ല. സുന്ദരമായി ടീച്ചിങ് നടത്തുന്ന അധ്യാപകർ AI സംവിധാനത്തിൽ ഇവിടെ ഉണ്ട്. ബാങ്ക് വിളിക്കാൻ മുക്രിമാരുടെ ആവശ്യം ഇനിയില്ല. ഖുതുബ ഓതുവാൻ ഖതീബുമാരുടെ ആവശ്യമില്ല. വളരെ സുന്ദരമായി ഖുതുബകൾ നമുക്ക് കേൾക്കാം, സുന്ദരമായി ബാങ്കുകൾ കേൾക്കാം. ആ ഒരു കാലഘട്ടം ഇവിടെ വരില്ലെന്ന് ആര് കണ്ടു? വരും. ഇന്ന് തന്നെ അറേബ്യൻ നാടുകളിൽ ഒരു സ്ഥലത്ത് നിന്ന് ബാങ്ക് വിളിക്കുക, വിവിധ പള്ളികളിൽ അതേ ബാങ്ക് തത്സമയം സംപ്രേഷണം ചെയ്യുന്ന രീതി നമുക്ക് അറിയില്ലേ? തീർച്ചയായും ഉണ്ട്. ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി അത് മാത്രം പരിചയിച്ചിട്ടുള്ള ആ ഒരു തലമുറയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇനി പുതുതായി ഒരാൾ ബാങ്ക് വിളിക്കുമ്പോ അവിടുത്തെ ആളുകൾ എന്തു പറയും? എന്തിനാണിത്? പിന്തിരിപ്പന്മാരാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും എന്തിനാണ് ഇനി ഇവിടെയായിട്ട് ഒരു മുക്രിയും ഇവിടെയായിട്ടൊരു ബാങ്കും എന്ന് തന്നെയല്ലേ പുതിയ തലമുറ അവരോട് ചോദിക്കുക? തീർച്ചയായും ചോദിക്കും. ഇവിടെ എത്തിയിട്ടില്ല. ഏതെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ പുതിയ ശാസ്ത്രത്തിന്റെ സംഭാവനകൾ നേരത്തെ നമ്മൾ പറഞ്ഞോ, അതൊക്കെയും ഇവിടെ വരാം. വരുമ്പോ നമ്മളെല്ലാവരും അതിനെ എതിർക്കും. അവിടെ സമസ്തയും സംസ്ഥാനവും എല്ലാവരും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതോ ഒരു ദൗർഭാഗ്യകരമായ ഘട്ടത്തിൽ പാസാക്കി പോയതാണ് ഈ യന്ത്രത്തിന് പ്രശ്നമില്ല, ലൗഡ് സ്പീക്കറാണ് എന്ന് പറയുന്ന അഥവാ ശബ്ദത്തെ ഉയർത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന ഏതോ ചില പാവങ്ങൾ, ശാസ്ത്രം തിരിയാത്ത ഏതോ ചില മൂല്യന്മാരുടെ വാക്കുകൾ കേട്ട് ചെയ്യുന്നത്. കണ്ണടയിലൂടെ കാണുന്നത് കണ്ണടയല്ലല്ലോ എന്ന് മനസ്സിലാക്കുന്ന ആ ആളുകൾ തന്നെയാണ് ഇതിലൂടെ പറയുമ്പോ അതിൽ നിന്നുണ്ടാവുന്ന യന്ത്രശബ്ദം മനുഷ്യ ശബ്ദം തന്നെയാണ്, പ്രശ്നമില്ല എന്ന് അവർ പറയുന്നത്. ഈ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇതും അത്രയേ ഉള്ളൂ. ഇതൊരു പുതിയ വാദമല്ല, ഇത് പഴയ വാദമാണ്. തലമുറകൾ പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ളതാണ് ഈ യന്ത്രമില്ലാത്ത ജുമുഅ. ആ ജുമുഅയിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. സ്പീക്കറില്ലാത്ത പ്രസംഗമല്ല, സ്പീക്കറില്ലാത്ത ഭൗതിക പരിപാടികളല്ല. അതൊക്കെയും നമ്മൾ അംഗീകരിക്കുമ്പോഴും ജുമുഅ ഖുതുബക്ക് ഒരിക്കലും ഇത് അരുതേ എന്ന് മാത്രമേ, അതുപോലത്തെ ആരാധനകളിൽ ഇത് വെക്കരുത് എന്നേ നമ്മൾ പറയുന്നുള്ളൂ. എന്താ പ്രശ്നം? ഖതീബ് തന്റെ ശബ്ദം തന്നെ അവിടെ കേൾപ്പിക്കണം. ഇസ്മാഉ 40 ആളുകളെ കേൾപ്പിക്കണം. എത്രയല്ലേ ഉള്ളൂ? അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ശരി തന്നെ. പക്ഷെ എന്താണത്? ഫുഖഹായിന്റെ ഇബാറത്തുകളെ വളരെ നിസ്സാരമായി ഓതി അങ്ങ് പോകുന്ന, വായിച്ചാർത്ഥം വെച്ച് പോകുന്ന ആ ഒരു ശൈലി സുന്നികൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. ഇസ്മാ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായി ഞാൻ പറയട്ടെ, എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ അവൻ കേൾപ്പിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. അവൻ ആരാണ്? അവൻ ആരാണോ ഖുതുബയോതുന്ന ഖതീബ് എങ്കിൽ ആ ഖതീബ് കേൾപ്പിക്കണം. ആരെ കേൾപ്പിക്കണം? 39 പേരെ കേൾപ്പിക്കണം. എന്തു കേൾപ്പിക്കണം? അവന്റെ ശബ്ദം കേൾപ്പിക്കണം. അതെങ്ങനെയാണ് അത് ഉണ്ടാവുക എന്ന് ഇമാമുകൾ തന്നെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ ഖതീബ് തന്നെ ഉയർത്തണം സൗതഹു, അവന്റെ ശബ്ദത്തെ. പോരാ, ആ ശബ്ദം 39 ആളുകൾ കേൾക്കുകയും വേണം. ഇത് വിശദീകരിക്കാത്ത ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങളുണ്ടോ? ചെറുതുണ്ടോ വലുതുണ്ടോ? സകലമായ ഗ്രന്ഥങ്ങളിലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള പരമാർത്ഥമല്ല ഇത്. ഇനി ലൗഡ് സ്പീക്കർ ശബ്ദം മാറ്റുന്നില്ല, ഉച്ചത്തിലാക്കുകയാണെന്ന് പറയുന്ന ആളുകൾക്കും അത് പറ്റുമോ? ഖതീബ് ഉയർത്തണം. ഈ യന്ത്രം ഉയർത്തിയാൽ പോരാ. അപ്പുറത്ത് നിന്ന് മുക്രിക്ക വോളിയം കൂട്ടി ഖതീബ് പതുക്കെ സംസാരിച്ചത് അടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ പതുക്കെ ഖതീബ് ഖുതുബയോതി, മുക്രിക്ക വോളിയം കൂട്ടി 40 ആളുകൾ കേട്ടു. മതിയാകുമോ? ആരും പറയില്ലല്ലോ മതിയാകുമെന്ന്. ലൗഡ് സ്പീക്കറിന് ആ അർത്ഥം പറഞ്ഞുകൊണ്ട് ശബ്ദം മാറുന്നില്ലെന്ന് പറയുന്ന ആളുകളും പറയുന്നില്ല അത് മതിയാകുമെന്ന്. എന്തുകൊണ്ട്? ഖതീബ് തന്നെ ഉയർത്തണം. ഇത് ലൗഡ് സ്പീക്കറാണ്, അതിനൊരു മാധ്യമമായി, ഒരു സഹായകമായി ഒരു യന്ത്രം വെച്ചു എന്നല്ലേ ഉള്ളൂ. അതിനോട് പിന്തിരിഞ്ഞു നിൽക്കേണ്ടതുണ്ടോ എന്ന് അവരോട് തിരിച്ചു ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല. ഇത് തന്നെ നമ്മളും പറയുന്നുള്ളൂ. അവൻ ഉയർത്തണം, അത് കേൾക്കണം. മറ്റു ശബ്ദങ്ങളെ കൊണ്ട് ആ ഖുതുബ കേട്ടിട്ടില്ലെങ്കിലോ ഇവൻ എത്ര ഉയർത്തിയിട്ടും കാര്യമില്ല. ഖതീബ്
തന്റെ തനതായ ശബ്ദം ഒരു യന്ത്രവുമില്ലാതെ ഉച്ചത്തിൽ പറയുന്നു. 39 ആളുകളും കേൾക്കുന്നതിന്റെയും അപ്പുറത്ത്. പക്ഷേ എന്തോ ഒരു അപശബ്ദം അപ്പുറത്ത് ഉണ്ട് എങ്കിൽ, ആ ഉള്ളത് കാരണം ഇവന്റെ ഖുത്ബ ഈ ആളുകൾ കേൾക്കുന്നില്ല എങ്കിൽ ശരിയാകുമോ? ആരും പറയും ശരിയാവുകയില്ല. ഇവിടെ അതല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. എന്റെ സംസാരം അഥവാ എന്റെ ഈ സ്വനതന്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എന്റെ വായിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന എന്റെ സംസാരം നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൽ നിന്നുണ്ടാകുന്നതല്ലേ നിങ്ങളെല്ലാവരും കേൾക്കുന്നത്. ആ യന്ത്രത്തിൽ നിന്നുണ്ടാകുന്നത് യാന്ത്രിക ശബ്ദമാണ് എന്ന് പറയേണ്ടതുണ്ടോ? മനുഷ്യനിൽ നിന്നുണ്ടാകുന്നത് മനുഷ്യ ശബ്ദം, യന്ത്രത്തിൽ നിന്നുണ്ടാകുന്നത് യന്ത്രശബ്ദമെന്ന് തിരിച്ചറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരെ അങ്ങനെ പറയൂ. ആ ശബ്ദമാണോ കേൾക്കേണ്ടത്? ആ ശബ്ദം കേട്ടാ മതിയോ? ആ ശബ്ദം എന്റെ ശബ്ദമല്ല എന്നത് ഒരു വസ്തുതയല്ലേ? കാരണം എന്റെ വായിൽ നിന്നുണ്ടാകുന്നത് ഒരു ശബ്ദമുണ്ട്. അതിന്റെ പ്രഭവ കേന്ദ്രം എന്റെ ഈ സ്വനതന്തുക്കളാണ്. അതിൽ നിന്നൊരു ശബ്ദമുണ്ടാകുന്നുണ്ട്. 2 ശബ്ദമുണ്ട്. 2 ശബ്ദമുണ്ടാകുമ്പോ എന്റെ ഈ ശബ്ദം കേൾക്കുന്നതിന് തടസ്സമാണ് ആ വലിയ ശബ്ദം. ഇതാർക്കാ തിരിയാത്തത്? ആ ശബ്ദത്തിന്റെ ഉള്ളിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. ഇത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞതല്ലേ. അത്തരം ഒരു ശബ്ദമുണ്ട് എങ്കിൽ അവിടെ ഖുത്ബ സ്വഹീഹല്ല. ഫലാ തസിഹു മഅ വുജൂദി ലഗത്തിൻ. അപശബ്ദം, ഖതീബിന്റെ ശബ്ദമല്ലാത്ത മറ്റൊരു ശബ്ദം എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു ശബ്ദം, ഇതാണ് മനുഷ്യ ശബ്ദം ഖതീബിന്റെ വായിൽ നിന്നുണ്ടാകുന്നത്. അതോ അത് യന്ത്രശബ്ദം? യന്ത്രശബ്ദം മനുഷ്യ ശബ്ദമല്ലാത്ത മറ്റൊന്നാണ്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് അതുകൊണ്ട് ഇത് കേൾക്കുന്നില്ല എങ്കിൽ ലഗത്ത് വന്നു, അപശബ്ദം വന്നു. അപശബ്ദം ഇതും അതും സെയിമാണല്ലോ. അൽഹംദുലില്ലാ എന്ന് മനുഷ്യ ശബ്ദമുണ്ടാകുമ്പോ അതേപോലെ അൽഹംദുലില്ലാ എന്ന് തന്നെയല്ലേ യന്ത്രശബ്ദവും. അത് ശരിയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം അതാകുമോ? എന്റെ ലൈവിൽ നേരിട്ട് എന്നെ കാണുമ്പോ എങ്ങനെയാണോ എന്റെ ഫേസ് കട്ട് എങ്കിൽ അതേ ഫേസ് കട്ട് തന്നെയാണ് മൊബൈലിൽ കാണുന്നത്. അതുകൊണ്ട് അത് ഞാനാകുമോ? എന്റെ ചിത്രം അവിടെ ഉണ്ട് എങ്കിൽ അതേ ആള് തന്നെയാണ് ഞാൻ തന്നെയാണെന്ന് ആളുകൾ പറയുകയും ചെയ്യും, ആലങ്കാരികമായി അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ. അതുകൊണ്ട് അത് ഞാനാകുമോ? ഈ ഒരു അപശബ്ദം ഇവിടെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും ഖുത്ബ സ്വഹീഹാവുകയില്ല എന്ന് പറയേണ്ടതില്ല. എന്തുകൊണ്ട്? അവന്റെ ഖുത്ബ അഥവാ ഖതീബിന്റെ ഖുത്ബ കേൾക്കുവാൻ അവിടെയുള്ള ശ്രോതാക്കൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇസ്മാഉ അർബഈന എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. മാധ്യമങ്ങൾ കൂടാതെ എന്നോ മറ്റുള്ളതിന്റെ സഹായം ഇല്ലാതെ എന്നോ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ആ വാദത്തിന് നിലനിൽപ്പില്ല. കാരണം എന്റെ ശബ്ദമല്ലാത്ത മറ്റൊരു ശബ്ദമാണ് അവിടെ നിന്നുണ്ടാകുന്നത് എങ്കിൽ പിന്നെ അവിടെ ശബ്ദം മാറുന്നുണ്ടോ? യാന്ത്രിക ശബ്ദം ആയി അല്ലെങ്കിൽ ശബ്ദോർജം, വൈദ്യുതോർജം, ശബ്ദോർജം, ഈ ജാതി കുലുമാലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിന്റെ ശാസ്ത്രീയ വശമാണ്. ശരി തന്നെയാണ്. എന്റെ ശബ്ദം ഇവിടെ എത്തുമ്പോഴേക്ക് അത് വൈദ്യുതിയായി മാറുന്നു. ആ വൈദ്യുതി അതിലൂടെ പോകുന്നു. ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്ന, പുറമേ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ച് അത് വലിയ വൈദ്യുതി ആക്കി മാറ്റുന്നു. വീണ്ടും അത് പോകുന്നു. സ്പീക്കറിലെത്തുമ്പോൾ ആ വൈദ്യുതി ശബ്ദമായി മാറുന്നു. റെഡിയാണ്. ശാസ്ത്രീയമായി ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് മാധ്യമമില്ലാതെ എന്നോ അല്ലെങ്കിൽ മറ്റുള്ളതിന്റെ സഹായമില്ലാതെ എന്നോ ഫുഖഹാവ് പറഞ്ഞിട്ടില്ലല്ലോ. മാസം കാണുന്ന അവിടെ ഫുഖഹാവ് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഖുത്ബയിൽ ഫുഖഹാവ് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരോട് ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് യന്ത്രശബ്ദമാണ്. യന്ത്രശബ്ദം മനുഷ്യ ശബ്ദത്തിന്റെ അപശബ്ദമാണ്. അപശബ്ദമുണ്ട് എങ്കിൽ ഖുത്ബ സ്വഹീഹല്ല. ഇനി എന്താ അവിടെ വേണ്ടത്? എന്തുകൊണ്ട് മാസം കാണുന്നിടത്ത് അത് ഫുഖഹാവ് പറഞ്ഞു? അതിന് മറുപടി പറയേണ്ടതല്ലേ? മാസം കണ്ടാൽ നിങ്ങൾ നോമ്പ് നോറ്റോളൂ, മാസം കണ്ടാൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചോളൂ എന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാചകത്തിൽ നിന്ന് എങ്ങനെയാണ് പിറചന്ദ്രനെ വലുതാക്കി കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ അടുപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ണടകളും യന്ത്രങ്ങളും ഉപയോഗിച്ചു കൊണ്ടാൽ മതിയാവുകയില്ല എന്ന് ഇവർ പറയുന്നത്? ഫുഖഹാ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഇതിനേക്കാൾ ലളിതമായ കാര്യമല്ലേ അത്?
കാരണം ഒരു കണ്ണടയിലൂടെ വലുതാക്കുന്നതാവട്ടെ അടുപ്പിക്കുന്നതാവട്ടെ നമ്മൾ കാണുമ്പോ അത് നമ്മൾ തന്നെയാണ് കാണുന്നത്, നമ്മളല്ലാത്ത ഒരാളല്ല കാണുന്നത്, കണ്ണടയല്ല കാണുന്നത്. ശരിയാണ്, പിറചന്ദ്രനെ തന്നെയല്ലേ കാണുന്നത്, പിറചന്ദ്രനെ തന്നെയാണ് കാണുന്നത്. എന്നാൽ പോലും ശർഅ പറയുന്നു അവൻ കണ്ടു എന്ന് അതിനെ സംബന്ധിച്ച് പറയില്ല. കാരണം അവന്റെ ശരിയായ കാഴ്ച കൊണ്ട് കണ്ടാലേ അവൻ പറയൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇതിനെ വലുതാക്കുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ വസ്തു മാറുന്നില്ല, കാണുന്നവർ മാറുന്നില്ല. എന്നിട്ടും ഫുഖഹാ പറയുന്നു അത് പറ്റില്ല, അവന്റെ കാഴ്ചയായി അത് പരിഗണിക്കുകയില്ല. ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. ഇന്നയാളെ ഞാൻ കണ്ടാൽ എന്റെ ഭാര്യ ത്വാലിഖാണ്, ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഭാര്യയെ ഞാൻ ഒരു കണ്ണാടിയിലൂടെ കണ്ടാൽ, അവളങ്ങനെ നടന്നു പോകുമ്പോ അപ്പുറത്തെ അലമാരയിലുള്ള ആ ഒരു കണ്ണാടിയിലൂടെ അവളുടെ ബിംബം കണ്ടാൽ, ചിത്രം നാം കണ്ടാൽ ത്വലാഖ് സംഭവിക്കുമോ? ഇല്ല, ഫുഖഹാ വ്യക്തമായി പറയുന്നു. അല്ലെങ്കിൽ മൊബൈലിൽ അവളെ ചിത്രം കണ്ടാൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആ പെണ്ണിന്റെ ചിത്രം കണ്ടാൽ, അല്ലെങ്കിൽ ആ ആളുടെ ചിത്രം കണ്ടാൽ ത്വലാഖ് സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. ഫുഖഹാ വ്യക്തമായി പറഞ്ഞു ലിഅന്നഹു ലം യറഹാ, ആ പെണ്ണിനെ അല്ലെങ്കിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആളെ ആരെ കണ്ടാൽ എന്നാണോ പറഞ്ഞത് അതവൻ കണ്ടിട്ടില്ല. അതിന്റെ പ്രതിബിംബത്തെയാണ് കണ്ടത്, അതിന്റെ ചിത്രത്തെയാണ് കണ്ടത്, അതിന്റെ ഡൂപ്പിനെയാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ മനുഷ്യ ശബ്ദത്തിന്റെ ഒരു പ്രതി ശബ്ദമല്ലേ അതിൽ നിന്നുണ്ടാകുന്നത്, അത് കേൾപ്പിച്ചാൽ മതിയാവുമെന്ന് എങ്ങനെ ഫുഖഹാ പറയും? സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് ഫുഖഹായിന്റെ ഇബാറത്തിനും ആ രൂപത്തിൽ മനസ്സിലാക്കുകയോ? അങ്ങനെ സാധാരണഗതിയിൽ പറയുന്നത് മതിയെങ്കിൽ ഫുഖഹാ അത് വ്യക്തമായി പറയണം. അങ്ങനെ പറഞ്ഞ ധാരാളം മസലകളില്ലേ. ഒരൊറ്റൊന്ന് മാത്രം ഞാൻ പറയാം. നോമ്പ് മുറിയുന്ന വിഷയം പറയുമ്പോ തടിയുള്ള വസ്തു നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മസാലയാണ്. അവിടെ ഫുഖഹാ വിശദീകരിച്ചു, തടിയുള്ളത് എന്നുള്ളത് സൂക്ഷ്മ നോട്ടത്തിൽ വിലയിരുത്തലിൽ തടിയുണ്ടെന്ന് ബോധ്യപ്പെടുന്നതല്ല. സാധാരണയിൽ തടിയുള്ളത് എന്ന് പറയപ്പെടുന്നതാണോ അത് ചേർന്നാൽ അപ്പോഴാണ് നോമ്പ് മുറിയുക. ഇലൽ ജൗഫ് എന്നല്ല, ഉള്ളിലേക്ക് എന്നല്ല, ഇലാ മായുസമ്മാ ജൗഫൻ, ജൗഫ് എന്ന് സാധാരണഗതിയിൽ പറയപ്പെടുന്നതിലേക്ക്. അപ്പോ ഞരമ്പിന്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ എല്ലിന്റെ ഉള്ളിൽ ജൗഫുണ്ടല്ലോ, അവിടെ സ്പേസ് ഉണ്ടല്ലോ, മജ്ജയെല്ലാം അവിടെയാണല്ലോ, അതിന്റെ ഉള്ളിലേക്ക് വല്ലതും ചേർന്നാലോ പ്രശ്നമില്ല. കണങ്കാലിന്റെ എല്ലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കുഴപ്പമില്ല. എന്തുകൊണ്ട്? അത് ഉള്ളാണെങ്കിലും ശരി, അതിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ വയറിന്റെ ഉള്ള്, തലച്ചോറിന്റെ ഉള്ള് എന്നതുപോലെ ഉള്ളെന്ന് സാധാരണയിൽ പറയപ്പെടാറില്ല. അപ്പൊ സാധാരണയിൽ പറയപ്പെടുന്ന കാര്യമാണെങ്കിൽ ഫുഖഹാ അത് പ്രത്യേകം പറയും. അങ്ങനെ ഖുതുബയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, സൗതഹു, അവന്റെ ശബ്ദം, അവന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഖതീബിന്റെ ശബ്ദം അഥവാ മനുഷ്യ ശബ്ദം തന്നെ കേൾപ്പിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുമ്പോ പിന്നെ മറ്റുള്ള എന്ത് സംശയങ്ങൾക്കാണ് അവിടെ പ്രസക്തിയുള്ളത്? എന്താണ് ഇതിന്റെ രഹസ്യം? ഒരു യന്ത്രത്തിന്റെ സഹായത്തോടുകൂടെ നമുക്ക് എന്തുകൊണ്ട് അത് കേൾപ്പിച്ചുകൂടാ? അവിടെയാണ് ശർഇന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മോടാണ് അല്ലാഹു തആലാന്റെ കൽപ്പനയുള്ളത്. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് നോൽക്കണം, നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ പറയണം, നിങ്ങൾ വിശ്വസിക്കണം. എഴുതേണ്ടത് നമ്മൾ എഴുതണം, പറയേണ്ടത് നമ്മൾ പറയണം എന്ന് പരിശുദ്ധമായ ശരീഅത്ത് നമ്മോട് പറയുമ്പോ നാം എഴുതുന്നു. അത് ഒരു യന്ത്രം വോയിസ് ആക്കുമ്പോ നമ്മോട് എഴുതാൻ പറഞ്ഞത് അവിടെ നടക്കുമ്പോ, നമ്മോട് സംസാരിക്കാൻ പറഞ്ഞത് അവിടെ നടക്കുമോ? ഒരിക്കലുമില്ല. അത് യന്ത്രത്തിന്റെ എഴുത്താണെന്നും യന്ത്രത്തിന്റെ വോയിസ് ആണെന്നും നമ്മോട് അറബിൽ പറയാൻ പറഞ്ഞിട്ടുള്ളത് യന്ത്രം അറബിലാക്കി തന്നാൽ അത് നമ്മുടെ അറബ് ഭാഷയല്ല എന്നും ആർക്കാ തിരിയാത്തത്? എല്ലാവർക്കും അത് തിരിയുകയില്ലേ? അപ്പൊ നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യണം. ഒരൊറ്റ ഉദാഹരണങ്ങൾ കൂടെ പറയട്ടെ, ഒരൊറ്റ ഉദാഹരണം കൂടെ മാത്രം. പണ്ഡിതന്മാർക്ക് ഓൺലൈൻ വഴി ഇത് കേൾക്കുന്ന ഉലമാക്കൾ ഉണ്ടാകുമല്ലോ, ബോധമുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടി കച്ചവടം നടക്കുന്ന സമയത്ത്
ശരിയായ കച്ചവടമാകണമെന്നുണ്ടെങ്കിൽ ഈജാബ് കബൂൽ എന്നീ 2 വാചകങ്ങൾ വേണമല്ലോ. ഇത് ഇത്ര രൂപയ്ക്ക് നിനക്ക് ഞാൻ വിറ്റു, അത് സ്വീകരിച്ചു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയണം. അത് ശബ്ദമുയർത്തി പറയണം. ശബ്ദമുയർത്തുമ്പോ അടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിലായിരിക്കണം. സാധാരണയിൽ ഇവന്റെ അടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ, വളരെ ലളിതമായി ഞാൻ പറയുന്നു, അടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ഇവൻ സംസാരിക്കണം, ഇവൻ മൊഴിയണം. മറ്റേ ആളത് കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ശബ്ദത്തിൽ ഇവൻ അത് ഉയർത്തണം. അങ്ങനെ ഉയർത്തിയിട്ടില്ല എങ്കിൽ ആ ഇടപാട് സ്വഹീഹല്ല. നിക്കാഹിലും അതുണ്ട്. വരനും അതേപോലെ തന്നെ വധുവിന്റെ ഉപ്പയും വലിയും പറയുന്ന ഈജാബ് കബൂലുകൾ അടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തണം. ആ ഒരു രൂപത്തിൽ ശബ്ദം ഉയർത്തിയിട്ടില്ലെങ്കിൽ ലം യസിഹ, അത് ശരിയാവുകയില്ല. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, ഫുഖഹാ വിശദീകരിക്കുന്നു, വഇൻ ഹമലതുഹു റീഹു ഇലൈഹി, സാധാരണഗതിയിൽ അവന്റെ ശബ്ദം അടുത്തുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ ഉയർന്നിട്ടില്ല, പക്ഷേ അവൻ അത് കേട്ടു. എങ്ങനെ കേട്ടത്? പതിവിന് വിപരീതമായിട്ടൊരു കാറ്റടിച്ചു വീശി, ആ കാറ്റിലൂടെ ആ ശബ്ദം അവൻ കേട്ടാൽ ലം യസിഹ, അത് ശരിയാവുകയില്ല. എന്തുകൊണ്ട്? ഇതിലാർക്കും തർക്കമില്ല. തുഹ്ഫയിലും നിഹായയും അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞതാണ്. ഇവിടെ ആർക്കും അതിൽ എതിരഭിപ്രായമില്ല. എന്താ അവിടെ നടക്കാതെ പോയത്? നമ്മോട് ഇത്ര അളവിൽ ശബ്ദം ഉയർത്തണമെന്ന് ശർഅ പറഞ്ഞു, നമ്മൾ ഉയർത്തിയില്ല. കേട്ടിട്ടില്ലേ? കേട്ടു, പക്ഷെ കേട്ടാൽ പോരാ, നമ്മോട് ഉയർത്തുവാൻ പറഞ്ഞത് നമ്മൾ ഉയർത്തണം. 39 ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ഖതീബ് ശബ്ദം ഉയർത്തണം എന്നത് ഖതീബ് എന്ന് പറയുന്ന മനുഷ്യനോട്, വ്യക്തിയോട്, മുകല്ലഫിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാകുന്നു. അവിടെ യന്ത്രത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയോ പകരം നിർത്തുകയോ? അങ്ങനെയാണെങ്കിൽ യന്ത്ര മനുഷ്യനെ നിർത്തിക്കോട്ടെ. എന്തെല്ലാം സംവിധാനങ്ങൾ പുതിയ കാലത്തുണ്ട്. അറബോധൻ അറിയാത്ത സുന്ദരമായി സംസാര രൂപമുള്ള സ്വരമാധുരയുള്ള നല്ലൊരു ഖതീബിനെ വെക്കാം. മലയാളത്തിലങ്ങ് പറയട്ടെ, ഇംഗ്ലീഷിലങ്ങ് ഖുതുബയോദട്ടെ, അറബിൽ നമുക്കത് കേൾക്കാം. പറ്റുമോ? പകരമാകുമോ ആ യന്ത്രം? ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഇത്തരം ഉപകരണങ്ങൾ മുകല്ലഫുകളുടെ, മനുഷ്യരുടെ, നിസ്കരിക്കുന്നവരുടെ, ഖുതുബോതുന്നവരുടെ, ബാങ്ക് വിളിക്കുന്നവരുടെ സ്ഥാനത്ത് നിൽക്കുമെന്ന് എന്തുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ പറയുന്നില്ല? എല്ലാവർക്കും അതിന്റെ വസ്തുത അറിയാം. ലൈവിൽ കാണുന്നത് ഞാനാണെന്ന് പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ ഞാനല്ല, എന്റെ ചിത്രമാണ്. ഒരു ഭാഷയിൽ പറയുമ്പോ മറ്റൊരു ഭാഷയിൽ യന്ത്രം കൊണ്ട് കേൾക്കുമ്പോ ആ ഭാഷയിൽ, കേൾക്കുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ടെക്സ്റ്റ് എഴുതിയിട്ട് അത് വോയിസ് ആയിട്ട് അപ്പുറത്ത് കേൾക്കുമ്പോ ആ വോയിസ് ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ ആ യന്ത്രത്തിൻ്റെതാണ് എന്ന് ഏതൊരാളാ പറയാത്തത്? അതൊക്കെ നമ്മുടെ സ്ഥാനത്ത് നിർത്തുകയോ, മുകല്ലഫിന്റെ സ്ഥാനത്ത്, മനുഷ്യരുടെ സ്ഥാനത്ത് നിർത്തുകയോ? ഭൗതിക കാര്യങ്ങളിലാവാം. കള പറിക്കുവാനും കൃഷി ചെയ്യുവാനും യന്ത്ര മനുഷ്യനെ വെച്ചോട്ടെ, നമുക്ക് തടസ്സമുണ്ടോ? ഒരു തടസ്സവുമില്ല. പല്ല് ക്ലീനിങ്ങിന് AI ഉപയോഗിച്ചുള്ള യന്ത്ര മനുഷ്യരെ വെച്ചോട്ടെ, മൂത്രപ്പുര കഴുകുവാൻ വെച്ചോട്ടെ, ആർക്കാ തടസ്സം? അങ്ങനെ വെക്കുന്ന ആളുകൾ ഈ യന്ത്രത്തിലൂടെ കേൾക്കുമ്പോ പറയുന്നത്, അതിൽ നിന്ന് കേൾക്കുന്നതും മനുഷ്യ ശബ്ദമാണെന്ന് പറയുന്ന ആളുകൾ അവിടെ ഖുതുബക്കും ആ യന്ത്ര മനുഷ്യനെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള യന്ത്രങ്ങളെ കൊണ്ടുള്ള ശബ്ദങ്ങൾ എല്ലാം, ഏത് യാന്ത്രിക ശബ്ദവും, കാരണം അതൊന്നും വെറുതെ ഉണ്ടാവില്ലല്ലോ. ഇവന്റെ ഒരേ ആ ഒരു സംസാരത്തിന്റെ ശൈലി എന്താണോ, ട്യൂൺ എന്താണോ, സ്വഭാവം എന്താണോ, അത് തന്നെ കേൾക്കും. നേരത്തെ പറഞ്ഞത് വോയിസ് ക്ലോണിംഗ്, എന്റെ ശബ്ദം ഇവിടെ ഉണ്ടാക്കാം, പുനഃസൃഷ്ടിക്കാം. പുനഃസൃഷ്ടിക്കലല്ല, പുതുതായി കൃത്രിമമായി ഉണ്ടാക്കാം. വീഡിയോ ഗെയിമുകളിൽ, ആനിമേഷനുകളിൽ, ഇവിടെയെല്ലാം അത് നടക്കുന്നില്ലേ പുതിയ കാലത്ത്? ഇതെല്ലാം ആര് സംസാരിക്കുന്നു? പുതിയൊരു ശബ്ദം ഉണ്ടാക്കാം. ക്ലോണിംഗ് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ, കോശങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. അതുപോലെ തന്നെ വോയിസ് ഉണ്ടാക്കാം. ആ രൂപത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഖുതുബ ഉണ്ടാക്കിക്കൂടെ?
ഇതൊക്കെ മനുഷ്യന്റെയും മുക്കല്ലഫുകളുടെയും സ്ഥാനത്ത് നിൽക്കും. ഇതൊന്നും പറ്റില്ലെന്ന് പറയുന്ന ആളുകൾ അംഗീകരിക്കാത്ത, ലോകം തിരിയാത്തവരാണ് എന്നാണോ പറയേണ്ടത്? അതോ അവർക്കാണ് ലോകം തിരിയുന്നത് എന്നാണോ പറയേണ്ടത്? ലൗഡ് സ്പീക്കർ പേരല്ലേ ഉച്ചത്തിലാക്കുന്നത്? ടെലിവിഷൻ ദൂരെയുള്ളത് ആളുകളെ കാണുന്നതല്ലേ? ടെലിഫോൺ ദൂരത്തുള്ള ആളുകളുടെ ശബ്ദം പറയാൻ കേൾക്കാനുള്ളതല്ലേ? അതുകൊണ്ട് അവൻ തന്നെയാണ് ഇത്, ആ കാണുന്ന ആള് തന്നെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, അവന്റെ സംസാരം തന്നെയാണ് കേൾക്കുന്നത് എന്ന് പറയുന്നവരാണോ പുതിയ ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്നവർ, വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്നവർ? നമ്മൾ പറയുന്നു ഇതൊക്കെ നമുക്ക് പറ്റും, ഇതിനെല്ലാം നമ്മൾ പുൽകുന്നു, പറ്റുന്ന സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഖുത്ബ അടക്കമുള്ള ജുമുഅ ഖുത്ബ അടക്കമുള്ള ഇബാദത്തുകളിൽ ഒരിക്കലും അത് ഉപയോഗിക്കരുത് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പുതിയ കാലത്തുള്ള ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാം. പക്ഷെ എന്ത് ചെയ്യും, പഴയ കാലത്ത് അങ്ങനെ പാസാക്കി പോയല്ലോ എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരല്പം ബോധമുള്ള ആളുകളൊക്കെ ഇത് അപശബ്ദമാണ്, ലഗത്താണ് എന്ന് സമ്മതിക്കുന്നു. അതോടൊപ്പം ഖുത്ബ ശരിയാകാൻ വല്ല വകുപ്പുമുണ്ടോ എന്നതിലാണ് ചർച്ച ചെയ്യുന്നത് കാര്യമായി. ബിൽഫീല് ബിൽഖുവ അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ബിൽഖുവ കേൾവി അവിടെ ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ എന്നുള്ളതിലാ ചർച്ച. ബിൽഫീൽ കേൾക്കില്ല, കാരണം അത് യന്ത്രശബ്ദമാണ്. ലഗത്ത് എന്ന് ഫുഖഹാവ് വ്യക്തമായി പറഞ്ഞതിൽ അത് പെടും, അത് വേറൊരു ശബ്ദമാണ് എന്ന് പുറം ലോകത്തോട്, പബ്ലിക്കിനോട്, വിവരവും വിദ്യാഭ്യാസമുള്ള ചെറിയ കുട്ടികളോട്, അവരോട് ഇതിന് ന്യായം വരുത്തേണ്ടി വരും. അതുകൊണ്ട് അവരത് പറയാറില്ല. പിന്നെ ബിൽഖുവയില എല്ലാം പുകമറകളാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അഭിബന്ധരായ നേരത്തെ നമ്മൾ ഇവിടെ കേട്ട നാദാപുരത്തെ പള്ളിയിൽ 5 പതിറ്റാണ്ടുകാലത്തോളം ദർസ് നടത്തിയിട്ടുള്ള, കേരളത്തിലെ ഒരെതിരഭിപ്രായമില്ലാത്ത, സർവ്വരാലും അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ കീഴനൂർ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കേട്ടല്ലോ, ഒരു ചെറിയ എതിരഭിപ്രായം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനൊന്ന് ഇല്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയൊരു അഭിപ്രായമെങ്കിലും നമ്മുടെ മദ്ഹബിൽ ഇത് അഥവാ യന്ത്രശബ്ദം മതിയാകും, അല്ലെങ്കിൽ ആ ലഗത്ത് അപശബ്ദം ഉള്ളതോടു കൂടെ തന്നെ ജുമുഅ സ്വഹിയാകും എന്ന് പറയുവാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു ഇമാമിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മദ്ഹബാണ് നമ്മുടെ മദ്ഹബ്, എന്തിലെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ സ്വീകാര്യയോഗ്യമായ ഒരു അഭിപ്രായമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നമ്മൾ എതിർക്കാൻ നിൽക്കൂല, ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കുകയില്ല എന്ന് വ്യക്തമായി അഭിനന്ദനായ ശംസുൽ ഉലമാ കീഴനൂർ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരു കിതാബിന്റെയോ ഷർഹിന്റെയോ ഹാഷയുടെയോ തക്രീറിന്റെയോ വക്കിൽ നിന്നോ മൂലയിൽ നിന്നോ ഒരു തുണ്ടും കൊണ്ടുവരാൻ ഇതിന്റെ ആളുകൾക്ക് സാധിക്കുകയില്ല എന്ന് ധൈര്യസമേതം പറയുവാൻ നമുക്ക് സാധിക്കും. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ള മുവഫ്ഫഖുകളായ, എന്താണ് ഓരോന്നിന്റെയും യാഥാർത്ഥ്യമെന്ന് അള്ളാഹു മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന മുവഫ്ഫഖുകളായ, അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാർ മുഴുക്കയും ഇതിനെ എതിർത്തവരാവുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ എതിർത്തവരാണ്. ഏതെല്ലാം ആളുകളാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്? ഈ യന്ത്രം കടന്നു വരുന്ന സമയത്ത് ആരെല്ലാമായിരുന്നോ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഈ കേരളീയ മണ്ണിലെങ്കിൽ അവരെല്ലാവരും എന്ന് തന്നെ പറയാൻ പറ്റുന്ന 1 or 2 ആളുകൾ മാത്രമാണ് അക്കാലത്ത്. ഇന്ന് ഇത് പറയുന്ന ആളുകൾ കുറെ ഉണ്ടായിരിക്കാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പുതിയ പുതിയ യന്ത്രങ്ങൾക്ക് പിന്നാലെ കൂടുതൽ ആളുകൾ പോയേക്കാം. ശരിയാണ്. ബദഅൽ ഇസ്ലാമു ഗരീബാ വസയഊദു കമാ ബദഅ ശഫീഉനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഇസ്ലാം എങ്ങനെയാണോ ഇവിടെ വന്നത് എങ്കിൽ ആ രൂപത്തിൽ തന്നെയായിരിക്കും തിരിച്ചു പോവുക. പുതുതായിരിക്കാം. സ്പീക്കർ ഖുത്ബത്ത് പറ്റില്ലെന്നോ നമുക്ക് അപരിചിതമായ വാദമാണല്ലോ, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ആരും അങ്ങനെ പറയുന്നില്ലല്ലോ, ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ, പറയും. ഇത് മാത്രമല്ല, ജുമുഅ നമസ്കാരത്തെ സംബന്ധിച്ച് പറയും, ഹജ്ജിനെ സംബന്ധിച്ച് പറയും, അല്ലെങ്കിൽ എന്തെല്ലാം ഇസ്ലാമിന്റെ
ആരാധനകളുണ്ടോ, നിയമങ്ങളുണ്ടോ, അതിലോരോന്നിനെ കുറിച്ചും ഭാവിയിൽ അങ്ങനെ നമ്മൾ കേൾക്കേണ്ടി വരും. അത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തമായ പ്രവചനമാകുന്നു. നിസ്കാരമില്ലാത്ത കാലം, സക്കാത്തില്ലാത്ത കാലം, പേരിന് വലിയ വലിയ പള്ളികൾ ഉണ്ടാവും, നാമമാത്രമായത്, വലിയ വലിയ ജമാഅത്തുകൾ ഉണ്ടാവും, ആളുകളുടെ എണ്ണം കൂടും. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം പറയുമ്പോ പുതുതായി കേൾക്കുന്നത് പോലെയായിരിക്കും. എങ്ങനെയാണോ ഇസ്ലാം വന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏക തൗഹീദുമായി വരുമ്പോ, ഏകദൈവ വിശ്വാസവുമായി വരുമ്പോ, തൗഹീദുമായി വരുമ്പോ, ഇതുവരെ കേട്ടു പരിചയമില്ലാത്തതാണല്ലോ ഈ എല്ലാ ദൈവങ്ങൾക്കും പകരം ഒരൊറ്റ ഇലാഹോ, അത്ഭുതം തന്നെ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അന്ന് മുത്തുനബിയുടെ കൂടെ കൂടിയിരുന്ന അങ്കുലി പരിദ്ധനായിരുന്ന ആളുകൾ, അതങ്ങനെ ഉയർന്നു 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 ഉയർന്ന് ലോകത്തിന്റെ ഒരു ഭാഗത്തും വിശുദ്ധമായ ഇസ്ലാം ചെന്നെത്താത്ത ഒരു കാടില്ല, മേടില്ല, നാടില്ല, കുഗ്രാമമില്ല എന്ന് നമ്മുടെ ഇമാമുകൾ ന്യായുക്തമായി പറഞ്ഞിട്ടുള്ള അത്രയും ഉന്നതിയിൽ വിശുദ്ധമായ ഇസ്ലാം എത്തും. എല്ലാ മതങ്ങളുടെയും ലഹറിന് മുകളിൽ മേൽഭാഗത്ത് വിശുദ്ധമായ ഇസ്ലാം വരും. പക്ഷേ അതിന്റെ ശരിയായ തനതായ ആശയങ്ങൾ കാലാകാലം ഉണ്ടാവുകയില്ല. അത് കൂടുതൽ കൂടുതൽ ശോഭിച്ചു പോവുകയല്ല, അവസാനം നാൾ അടുക്കും തോറും ചെയ്യുക. കുറഞ്ഞ് 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 അവസാനം ഒരാൾ മാത്രം വിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ആശയത്തിൽ നിലകൊള്ളുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, ഒരു ചെറിയൊരു സംഘം ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും എന്ന് പറഞ്ഞതിനെ ഇമാമുകൾ വിശദീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ ഒരാളായിരിക്കും. ആ ഒരാളും ഇല്ലാതിരിക്കുമ്പോഴാണ് അന്ത്യനാള് സംഭവിക്കുക എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ തനതായ ആശയങ്ങൾ പറയുമ്പോ അതുവരെ വേറെ ഒരു ശൈലിയിൽ ശീലിച്ചു പോന്നിരുന്ന ആളുകൾക്ക് അത് പുതുമയുള്ളതായി തോന്നാം. അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അക്കാലം വന്നാൽ, അങ്ങനെ ഒരു കാലം വന്നാൽ മുത്തനബി പറയുന്നു, ഫതൂബാലിൽ ഖുറബാ, ആ അപരിചിതരായ, ഇതുവരെ കേൾക്കാത്ത ആളുകൾ, ഇതുവരെ കേൾക്കാത്ത വാദവുമായി വരുന്ന അത്തരം ആളുകൾ, അവരാണോ പാരമ്പര്യവുമായി വരുന്നതെങ്കിൽ നമുക്ക് പുതുമയുള്ളതാണ്, പക്ഷെ പഴയതാണ്. അതിൽ ആരടിയുറച്ചു നിൽക്കുന്നുവോ അവർക്ക് മംഗളങ്ങൾ, അവർക്ക് സർവ്വവിധ ആശംസകളും, അവർക്കാകുന്ന അഭിനന്ദനങ്ങളെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു കൊച്ചു സംഘം നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് പറയുമ്പോ അത് നമുക്ക് അഭിമാനമല്ലേ? അവർ നമ്മോട് പറയുന്നത് എന്താണ്? പുതിയ ജുമുഅയാണോ? നമ്മുടെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും പഴയ തലമുറയും കേൾക്കാത്തതാണോ? അല്ല, അവരെല്ലാവരും നടത്തിയിട്ടുള്ള ജുമുഅയാണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത്. ഇത് നമ്മൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടു മുമ്പുള്ള ആളുകൾ, ഈ ഏതാനും വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള ആളുകൾ മാത്രമേ ഇതിലൂടെയുള്ള ഖുതുബ ഓതിയിട്ടുള്ളൂ. അതിനപ്പുറത്തുള്ള ആളുകൾ ആരൊക്കെയാണത്? അപ്പോഴാണ് ഭൂരിപക്ഷം മനസ്സിലാവുകയുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുമുഅ ഖുതുബയിലേക്കല്ലേ ഇവിടെയുള്ള ഈ ഒറ്റപ്പെട്ട ആളുകൾ ഈ പള്ളിയിൽ അവസരമൊരുക്കണമെന്ന് നമ്മോട് പറയുന്നത്? എന്റെ പ്രിയമുള്ള നാട്ടുകാര്, എന്റെ പ്രിയമുള്ള മഹല്ല് ഭാരവാഹികളെ, ഉലമാക്കളെ, ഉമറാക്കളെ, സംഘടനാ ബന്ധങ്ങൾക്കപ്പുറം, സംഘടനാ വാശികൾക്കപ്പുറം പരലോകത്തെക്കുറിച്ച് ബോധമുള്ള, പരലോകത്തെക്കുറിച്ച് അറിവുള്ള, അവിടെ പോകണമെന്നുള്ള ബോധമുള്ള ആളുകളോട് വളരെ വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ശുദ്ധമായ ജുമുഅ ഖുതുബ, നമസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയ ജുമുഅ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റുള്ള ആരാധനകൾ പോലെയല്ല അല്ലാഹു തആല നമസ്കാരം നൽകിയിട്ടുള്ളത്. അങ്ങ് അല്ലാഹു തആല നേരിട്ട് വിളിച്ചവരെത്തിയിട്ട് മുനാജാത്ത് നടത്തിയിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് സമ്മാനമായി നൽകിയ മുബാറക്കായ സമ്മാനമാവുന്നു വിശുദ്ധമായ നമസ്കാരമെങ്കിൽ ഒരു മനുഷ്യൻ നാളെ മരണപ്പെട്ട് ചൊല്ലുമ്പോ ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരമാണ് എങ്കിൽ ആ നമസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയതാണ് ജുമുഅ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് അതിന്റെ മഹത്വം? ഇസ്രായിന്റെ രാവിൽ നമസ്കാരം നിർബന്ധമാക്കിയിട്ട് പിറ്റേന്ന് സുബ്ഹ് നമസ്കാരം നടന്നിട്ടില്ല. ളുഹുർ മുതലാ നമസ്കാരം നടന്നത്. എന്തുകൊണ്ട്? എല്ലാ നിയമങ്ങളും വഹിയായി അറിയിച്ചു കൊടുക്കുന്ന മുത്തുനബിക്ക് നമസ്കാരത്തിന്റെ രൂപം വഹിയായി അറിയിച്ചു കൊടുത്താൽ പോരായിരുന്നോ? പോരായിരുന്നു.
എന്തുകൊണ്ട്? നമസ്കാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗൈഡ് പ്രാക്ടിക്കലായി ചെയ്ത് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുത്തു പിറ്റേന്ന്. അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ തന്നെയല്ലേ അള്ളാഹുവിന്റെ റസൂൽ നമ്മോടും പറഞ്ഞത്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് എങ്കിൽ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞ എത്ര ഇബാദത്തുകൾ വേറെയുണ്ട്. നോമ്പും ഹജ്ജും മറ്റും എല്ലാം ഉണ്ടല്ലോ. ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആ നമസ്കാരവും അതിലേറ്റവും മുന്തിയതായ ആ ജുമുഅയും, അൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി കഫാറത്തുൽ ലിമാ ബൈനഹുമാ, നിരന്തരം പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരാഴ്ചയിൽ നമ്മിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ആ ജുമുഅ എന്ന് പറയുമ്പോ, ആ ജുമുഅ എങ്കിലും ശരിയായ അർത്ഥത്തിൽ നിരാക്ഷേപമായിട്ട്, ഇനി സൂക്ഷ്മതക്ക് വേണ്ടിയാണ് ഒഴിവാക്കുന്നതെങ്കിൽ അങ്ങനെ സൂക്ഷ്മത നമുക്ക് വേണ്ടാത്തതാണോ? ആ സൂക്ഷ്മതക്ക് വേണ്ടിയെങ്കിലും എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം സ്വഹിയാകുന്ന ഒരു ജുമുഅ നടത്താൻ നമുക്ക് ആഗ്രഹമില്ലേ? നമുക്കത് വേണ്ടേ? അതല്ലാതെ എന്താണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ, ആരാധനകളിൽ അള്ളാഹുവിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകുവാനുള്ളത്? എല്ലാം സീറോയല്ലേ? എല്ലാം വട്ടപൂജ്യമല്ലേ? ആ ഒരു അവസരത്തിൽ അല്ലാഹു തആല ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരേ ഒരു ആരാധന, വിശുദ്ധമായ ആ ഒരു നമസ്കാരം, അതെങ്കിലും നമ്മുടെ എല്ലാമായ നമ്മൾ മാതൃകയാക്കേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ആ മാണിക്യക്കല്ല് കാണിച്ചു തന്ന ആ രൂപത്തിൽ നിർവഹിക്കാൻ, അതല്ല ഈ കൊച്ചു സംഘം പറയുന്നുള്ളൂ. പുതിയത് ഉണ്ടാക്കുവാനാണോ? മുത്തുനബി നമസ്കരിച്ച നമസ്കാരം ബദരീങ്ങളും മുഹ്ദീങ്ങളും മറ്റു സ്വഹാബികളും താബിഈങ്ങളും കഴിഞ്ഞുപോയ ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാര് മുഫസ്സിരീങ്ങളും മുഹദ്ദിഥീങ്ങളും ഫുഖഹാവും അഖ്താബുകളും അഖിയാസുകളും നിജ്ബാകളും തുടങ്ങി ഔലിയാഇന്റെ ലോകത്തും ഉലമാഇന്റെ ലോകത്തും ഏതെല്ലാം ആളുകൾ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടോ? അവരൊക്കെയും നിർവഹിച്ച ആ സുന്ദരമായ തനതായ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ജുമുഅയും ഖുതുബയും ഈ നാട്ടിലും വേണമെന്ന് മാത്രമല്ലേ ഈ ആളുകൾ പറയുന്നത്? ഇവരെ അഭിമാനിക്കുകയല്ലേ, അഭിനന്ദിക്കുകയല്ലേ, ആശംസിക്കുകയല്ലേ, പിന്തുണക്കുകയല്ലേ? എന്റെ ഉലമാക്കളെ, ഉമറാക്കളെ, നാട്ടുകാരെ, മഹ്ലു ഭാരവാഹികളെ നമ്മൾ ചെയ്യേണ്ടത്? അതിനവർക്ക് അവകാശമില്ലേ? അവരുടേത് കൂടെയല്ലേ പള്ളി? നമ്മുടെ തറവാട് സ്വത്താണോ? നമ്മുടേതാണോ? എവിടെ നിന്നാണ് അവരെ തടയുന്നത്? എവിടത്തെ അവകാശമാണ് അവർക്ക് നാം ധ്വംസിക്കുന്നത്? അള്ളാഹുവിന്റെ ഭവനമാവുന്ന പള്ളിയിലേക്ക് അവരെ വരാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോ എത്ര വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്ന് രോഷം കൊള്ളുകയല്ല ഞാൻ. ഗൗരവം എന്റെ മുഅ്മിനീങ്ങളെ, ഭാരവാഹികളെ, ഉലമാക്കളെ, ഉമറാക്കളെ നമ്മൾ മനസ്സിലാക്കണം. നാം ചെയ്യുന്ന അക്രമല്ലേ? വമൻ അളമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീ ഹസ്മു, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുന്ന, നമസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, പള്ളിയിൽ വെച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ ആ പള്ളിയിലേക്ക് വരുന്നതിനെ തൊട്ട് തടയുന്നതിനേക്കാളും വലിയ അക്രമം എന്തുണ്ട് എന്ന് അള്ളാഹു അല്ലേ ചോദിക്കുന്നത്? ഇവർ നമ്മൾ തടയുന്നില്ലല്ലോ, അവർക്ക് വേണമെങ്കിൽ വരാലോ എന്നുള്ളതിൽ ന്യായമില്ല. ഇവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയ ആ പാരമ്പര്യത്തിൽ തന്നെ വിശ്വസിച്ചു പോരുന്ന ആ കണിശമായ രൂപത്തിൽ തന്നെ മുത്തനബിയുടെയും സ്വഹാബികളുടെയും മുൻഗാമികളായ ആളുകളുടെയും ജുമുഅ തന്നെ വേണമെന്ന് വാശിയുള്ള ആളുകൾക്ക് അതിൽ അടിയുറച്ചു നിൽക്കുവാൻ അവകാശമില്ലേ? തീർച്ചയായും അവകാശമുണ്ട്. അത് വകവെച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ലേ? നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഈ രൂപത്തിൽ ചെയ്യണം എന്നല്ലല്ലോ അവർ പറയുന്നത്. അള്ളാഹുവിന്റെ വീട്ടിലേക്കല്ലേ. ഇവിടെയുള്ള എല്ലാവരുടെയും മുൻഗാമികളായ മുൻ തലമുറ വിയർപ്പൊഴുക്കിയിട്ട് അവരുടെ വിയർപ്പിന്റെ ഫലമായി ഇവിടെ ഉയർന്നു പൊങ്ങുന്ന ആ സ്ഥലവും ആ പള്ളിയും, ആ പള്ളിയിൽ നിന്ന് ചില ആളുകൾക്ക് നിസ്കരിക്കുവാൻ അവകാശം നിഷേധിക്കുന്നത് ആ മുൻഗാമികളായ ആളുകളോട് ചെയ്യുന്ന നന്ദികേടല്ലേ, ദുൽമല്ലേ? എന്തിനാണ് അവർ വഖഫ് ചെയ്തിട്ടുള്ളത്? എന്തിനാണ് അവർ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതെങ്കിലും സംഘടനക്കാർക്ക് മാത്രം നമസ്കരിക്കുവാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായമുള്ള ആളുകൾക്ക് മാത്രം നമസ്കരിക്കുവാനോ? അതാണ് കമ്മിറ്റിക്കാരും ആ സംഘടനക്ക് രജിസ്റ്റർ ചെയ്തതും എന്നതുകൊണ്ട് അത് ന്യായമാകുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഏതെല്ലാം ആളുകൾ മറുവശത്തുണ്ടോ
അവരെ പരിഗണിക്കേണ്ടതില്ലേ? ഇത് നമ്മൾ മാത്രമാണോ പറയുന്നത്? ഇത് പാസാക്കിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആദരണീയരായ അധ്യക്ഷർ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പോലും ഇവിടെയുള്ള സമസ്തയുടെ ആളുകളെ, ഇതിനനുകൂലിക്കുന്ന ആളുകളെ അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവരുടെ ഫത്വ ഇന്നും കയ്യെഴുത്ത് ലിപിയിലായിട്ട് തന്നെ ഉണ്ട്, വ്യക്തമായിട്ടുണ്ട്. ജുമുഅ ഒരു നാട്ടിലെ എല്ലാവരുടെയും അവകാശമാണ്. ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രമുള്ളതല്ല. ഒരു നാട്ടിലെ പൊതു ജുമുഅ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെയും ഹഖാണ്. ആ അവകാശം ഏതെങ്കിലും ആളുകൾക്ക് എതിരഭിപ്രായം ഉണ്ടാകുമ്പോ അവിടെ ഈ യന്ത്രം വെക്കുന്നത് നന്നല്ലെന്ന് ആരാ പറയുന്നത്? അഭിവന്ദരായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോരെ നമുക്ക്? അതെങ്കിലും മാനിച്ചുകൊണ്ട് ഈ യന്ത്രം ഒഴിവാക്കിയിട്ട് മുത്തുനബിയുടെ ജുമുഅ ഖുതുബയും സ്വഹാബത്തിന്റെ ജുമുഅ ഖുതുബയും നടത്തിക്കൂടെ? അതിനൊരു അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടെ? ചില്ലറയാണോ വിഷയം? നിസ്സാരമാണോ വിഷയം? ചില ആളുകളെ പള്ളിയിൽ നിന്ന് തടയുന്നു എന്നതിനപ്പുറം എതിരഭിപ്രായമുള്ള മസലകൾ പൊതുപള്ളികളിൽ നിലനിൽക്കുന്ന ഇമാമുകൾ പാലിക്കണം എന്നുള്ളത് നിർബന്ധമായൊരു മസലയായിട്ട് നമ്മുടെ ഇമാമുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ആള് ബാക്കിൽ വന്ന് തുടർന്ന് നിസ്കരിക്കുന്നു എങ്കിൽ ആ ആളെയും പരിഗണിക്കണം ഇമാമ്. അത് ഇമാമിന് നിർബന്ധമാണ്. അതിന്റെ പേരിൽ ഇമാമിന്റെ നമസ്കാരത്തിന് വല്ല കുറവോ മോശമോ സംഭവിക്കുന്നു എങ്കിൽ വേണ്ട. അല്ലാത്ത പക്കാലത്തോളം ഈ മഅ്മൂമിങ്ങളെ, ആ നാട്ടിലുള്ള എതിരഭിപ്രായമുള്ള ആളുകളെ പരിഗണിക്കൽ നിർബന്ധമാണെന്നും അല്ലാത്ത പക്ഷം വഖഫിന്റെ ശമ്പളം അവർക്ക് ഹലാലല്ല എന്നും പറയുമ്പോ എത്ര ഗൗരവമാണ് വിഷയം. ഈ ഒരു യന്ത്രം ജുമുഅ ഖുതുബയിൽ നിന്ന് ഒഴിവാക്കുന്നത് കൊണ്ട് അതുവരെ നടത്തിയിട്ടുള്ള ജുമുഅക്ക് എന്താ കുഴപ്പം? സമസ്തയുടെ തീരുമാനത്തിന് എതിരാകുമോ? ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ തീരുമാനത്തോട് അത് എതിരാണോ? അനുവദനീയമാണെന്ന് മാത്രമല്ലേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ. ഇത് നിർബന്ധമാണെന്നോ, ഇത് സുന്നത്താണെന്നോ, ഇത് നല്ലതാണ് എന്നോ വിവരമുള്ള കാര്യബോധമുള്ള ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. വെക്കാം, വേണമെങ്കിൽ വെക്കാം, ജായിസ്, അത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത് ഒഴിവാക്കുന്നത് കൊണ്ട് സംസ്ഥാനക്കാരായി മാറുമോ? സമസ്തയിൽ നിന്ന് പോവേണ്ടി വരുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ സമസ്തയിൽ നിന്നുകൊണ്ട് തന്നെ, സമസ്തയുടെ പള്ളിയായി കൊണ്ട് തന്നെ എന്തെല്ലാം സമസ്തയുടേതാക്കാമോ അതൊക്കെ ആക്കിക്കൊണ്ട് തന്നെ ഇവിടെയുള്ള പാവപ്പെട്ട വിശ്വാസികൾക്ക് ജുമുഅ നിസ്കരിക്കുവാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. അത് അവരുടെ അവകാശമാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. ആരാണോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവരുടെ ബാധ്യതയാണ്. ഇമാമിന്റെ ബാധ്യതയാണ്, ഉമറാഇന്റെ ബാധ്യതയാണ്, കമ്മിറ്റിയുടെ ബാധ്യതയാണ്. എന്റെ വിശ്വാസികളെ, പരലോക ബോധമുള്ളവരെ, ആ ഒരു അക്രമത്തിന് ആരാണോ കൂട്ടുനിൽക്കുന്നതെങ്കിൽ വിരൽ കടിക്കേണ്ടി വരും. നാളെ മരണപ്പെട്ട് ചൊല്ലുമ്പോ അവിടെ കബറാളികൾ, ഇന്നും പള്ളിക്കാട്ടിൽ കിടക്കുന്ന മുൻഗാമികളായി ഇതിന് വിയർപ്പൊക്കിയിട്ടുള്ള ആളുകൾ നമ്മെ കയ്യോടെ പിടികൂടും. എല്ലാവരും നമസ്കരിക്കേണ്ട ആ പള്ളിയിൽ ചില ആളുകളെ തടഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പുണ്യങ്ങളുണ്ട്. സുജൂദ് ചെയ്തിട്ടും നിസ്കരിച്ചിട്ടും മറ്റു പല കർമ്മങ്ങളും ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ആ പുണ്യങ്ങൾ അവർ ആ നാട്ടിൽ നിന്ന്, ആ പള്ളിയിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയത് കൊണ്ട്, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാത്തത് കൊണ്ട് നഷ്ടപ്പെടുത്തിയത് നിങ്ങളാണെന്ന് പറയുമ്പോ വിരൽ കടിക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ പാപങ്ങൾ തന്നെ ധാരാളമാണ്. എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുന്നത് മുഴുവനും ഹറാമല്ലേ, തിന്നുന്നതും ഹറാമല്ലേ, കാണുന്നത് ഹറാമല്ലേ, ചെയ്യുന്നത് ഹറാമല്ലേ. എങ്ങോട്ട് നോക്കിയാലും എന്ത് ചെയ്താലും സകലമായ അടക്കങ്ങളും അനക്കങ്ങളും ഹറാമിലായിട്ടുള്ള വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ പാപഭാരങ്ങളുമായി തന്നെ പോവാൻ നമുക്ക് സാധിക്കാതിരിക്കുമ്പോ ഈ വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ, ഈ ആശയത്തിന്റെ പേരിൽ, ഈ ഇബാദത്തിന്റെ പേരിൽ, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ പേരിൽ മറ്റുള്ളവരുടെ ഹഖും തടഞ്ഞതിന്റെ കുറ്റം നമ്മൾ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ? ഒരിക്കലും അത് അരുത്, അത് നമുക്ക് ക്ഷീണമാണ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പുതിയൊരു ജുമുഅ തുടങ്ങണമെന്നല്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പഴമയിലേക്ക് നിങ്ങൾ തിരിച്ചു പോകൂ. മറ്റെല്ലാത്തിലും നിങ്ങൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒപ്പം സഞ്ചരിച്ചുകൊള്ളൂ. എല്ലാം നിങ്ങൾ പൊളിക്കോളൂ, എല്ലാം നിങ്ങൾ വെച്ചോളൂ, AC വെച്ചോളൂ, ഫാന് വെച്ചോളൂ. പക്ഷേ ജുമുഅ ഖുതുബക്കും ജമാഅത്തിനും തടസ്സമാകുന്ന വല്ല പ്രവർത്തനങ്ങളും,  പുതിയ പരിഷ്കാരങ്ങളും ഉണ്ടോ അത് മാത്രം നിങ്ങൾ ചെയ്യരുത്. ഇത് ആരാധനയാണ്.
നമ്മോട് അല്ലാഹു തആല പറഞ്ഞതാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം. അതിന് തടസ്സമാകുന്ന ഒന്നും വേണ്ടെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അത് മാത്രമാണ് പറയുന്നത്. അതാരാ ഇവിടെ പറയുന്നത്? നേരത്തെ നമ്മൾ കേട്ടല്ലോ. ഇത് പാസാക്കിയ ആളുകളുടെ ആ കാലത്തുള്ള ആളുകളിൽ എണ്ണുകയാണ് എങ്കിൽ ഒരേ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകളും മാത്രമാണ് അത് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെ വേണമെങ്കിൽ വെക്കാമെന്നാ പറയുന്നത്. അതിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ ഫത്വയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരാൾക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അയാൾക്കും പള്ളിയിൽ കൂടാൻ അവകാശമുണ്ടല്ലോ. ഈ നാട്ടിലെ പള്ളി ഈ നാട്ടുകാർക്ക് പങ്കെടുക്കുവാൻ അവകാശമില്ലേ? അത് നിങ്ങൾ കളയരുത് എന്ന് ആ കണ്ണിയത്ത് ഉസ്താദും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ ഉസ്താദുമാരുടെയും സതീർത്ഥരുടെയും വ്യക്തമായ ഫത്വകളുണ്ട്. ബഹുമാനപ്പെട്ട വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെയും ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇത് വേണ്ട, ശരിയല്ല എന്ന. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ വദ്ദീൻ ഖുതുബി തങ്ങൾ നവ്വറല്ലാഹു മർഖദ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ് നിസാരമായി അങ്ങ് പോകാനുള്ളതാണോ? സമസ്തയുടെ മെമ്പർഷിപ്പോ അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമോ ഒന്നുമില്ലെങ്കിലും ഖുതുബി തങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കേരളീയ ഇസ്ലാമിക ചരിത്രം രചിക്കുവാൻ നടക്കുമോ? ആരാ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ? കണ്ണിയത്ത് ഉസ്താദിന്റെ, അഭിവന്ദരായ വണ്ടൂരിലെ താജുൽ ഉലമായുടെ, നാദാപുരത്തെ ശംസുൽ ഉലമായുടെ, ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ തുടങ്ങിയിട്ടുള്ള തലയെടുപ്പുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും ഗുരുവര്യരല്ലേ അഭിവന്ദരായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ. അവര് ഇത് കളിയായുധം എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്. അല്ലെ പഴയ കാലത്ത് തീവണ്ടി വന്ന കാലത്ത് അതിലൂടെ ഹജ്ജിന് പോവേണ്ടതില്ല എന്നോ വിമാനത്തിലൂടെ ഹജ്ജിന് പോവേണ്ടതില്ലെന്നോ പറഞ്ഞ ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്തർത്ഥത്തിൽ പറഞ്ഞു എന്നൊന്നും വിശദീകരിക്കാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് അങ്ങ് പറഞ്ഞു പോയതാണ് എന്നാണോ? ഒരിക്കലുമല്ല. മുവഫഖുകളായ പണ്ഡിതന്മാർ ഇതിന്റെ പ്രവർത്തനം ശാസ്ത്രീയമായി പഠിച്ചവരും പഠിക്കാത്തവരും ഇനി ഇതൊന്നും അറിയാത്തവരാണ് എങ്കിലും അവർക്കിത് പറ്റില്ല എന്നുള്ള ആ ഒരു വാദമുണ്ട് എങ്കിൽ എന്തിന്റെ പേരിലെങ്കിലും ആയിക്കോട്ടെ, ശരിയാവുകയില്ല, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവർ ആവട്ടെ. ബഹുമാനപ്പെട്ട എത്ര ആരിഫ്യങ്ങൾ ആ രൂപത്തിലുണ്ട്. അവരുടെ മാതൃക പിൻപറ്റിയിട്ടല്ലേ നമ്മളെ ജുമുഅയും ആരാധനകളുമെങ്കിലും നമ്മൾ പാലിക്കേണ്ടത്. മുത്തുനബിയുടെ സുന്നത്തായ ജുമുഅയല്ല ഇത്. ജീവിതത്തിന്റെ നികല മേഖലകളിലെയും മുത്തുനബിയെയും മുൻഗാമികളെയും പിൻപറ്റണമെന്ന് പറഞ്ഞിട്ടുള്ള, മുത്തുനബി എങ്ങനെയാണോ ബത്തക്ക തിന്നിട്ടുള്ളതെങ്കിൽ അത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ബത്തക്ക തിന്നുകയില്ലെന്ന് പറഞ്ഞ മഹാനായ ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ അനുയായികളല്ലേ നാം? 3 ദിവസങ്ങൾക്കപ്പുറം അള്ളാന്റെ റസൂല് വാർത്താവൂരിൽ ഹിറാ ഗുഹയിൽ അവിടെ ഹിജറ പോയ സമയത്ത് താമസിച്ച ഗുഹയിൽ താമസിച്ചിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ മഖ്ലൂഖാണെന്ന വാദത്തിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടപ്പോ 3 ദിവസം കഴിഞ്ഞ് അതിൽ നിന്നും ഇറങ്ങിപ്പോന്ന ഒളിവ് ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന് അള്ളാന്റെ റസൂൽ 3 ദിവസം മാത്രമേ അവിടെ നിന്നിട്ടുള്ളൂ, അതിനപ്പുറം ഞാൻ നിൽക്കുകയില്ലെന്ന് ആ ഒരു സാഹചര്യത്തിൽ പോലും, ശത്രുക്കൾ പിടിച്ചുകൊണ്ടു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും പറഞ്ഞിട്ടുള്ള അള്ളാന്റെ റസൂൽ നടന്നുപോയ അതേ കാലുവെച്ച സ്ഥലങ്ങളിൽ കാലുവെച്ച് നടന്നു പോയിട്ടുള്ള മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇവരെയൊക്കെയാണ് നമ്മൾ മാതൃകയാക്കണമെന്ന് പുത്തൻവാദികളോട് നാം പറയുന്നത് എങ്കിൽ നമുക്കതിനൊരല്പമെങ്കിലും ഒരു മാന്യത വേണ്ടേ? ഒരല്പമെങ്കിലും അതിനോട് നീതി പുലർത്തുന്നുവെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഇരിക്കട്ടെ. മുന്തിയത് സുന്നത്ത് പുണ്യം കിട്ടുന്നത് എന്നുള്ള കാര്യം നൽകി നമ്മളത് മാറ്റിവെച്ചാലും അത് മാറ്റിവെക്കേണ്ടതല്ല. എന്നാലും കാരണങ്ങളെ കൊണ്ട് നമുക്കത് ചെയ്യാൻ, പൂർണ്ണമായി ചെയ്യാൻ പാപികളായ മടിയന്മാരായി നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യുന്ന ആ മഹത്തായ ആരാധനകളിലെങ്കിലും, നമസ്കാരത്തിലെങ്കിലും, ജുമുഅയിലെങ്കിലും ആ ഒരു മാതൃക പിൻപറ്റാൻ, ഈ ഉലമാക്കളുടെ പാരമ്പര്യത്തിന്റെ ആ വഴിയിൽ ഒരു കണ്ണി ചേരുവാൻ, നാളെ അവർ പരലോകത്ത് വരുമ്പോ ഓരോരുത്തരും ഓരോരുത്തരുടെ കൈപിടിച്ചു പോകുന്ന ആ പരലോകത്ത് നമുക്കും ആ ഒരു പരമ്പരയിലല്ലേ കണ്ണി ചേരേണ്ടത്? ആ പരമ്പരയിലല്ലേ ആളുകൾ കൂടുതലുള്ളത്? ആ ശംസുൽ ഉലമാ ഖുതുബിയും വൈത്തല അഹ്മദ് കുട്ടി മുസ്ലിയാർ അവർകൾ, അതുപോലെ ബാക്കിയാത്തിലെ ആദം ഹളറത്ത്, ബഹുമാനപ്പെട്ട ഹസൻ ഹളറത്ത്, ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, മലയിൽ ബീരാൻകുട്ടി മുസ്ലിയാർ, നിറബർദൂർ ബീരാൻകുട്ടി മുസ്ലിയാർ, ആരാണ് ഇവരൊക്കെ?
അവിടുന്ന് എന്ന് മാത്രം അഭിവന്ദരായ താജുൽ ഉലമ അഭിസംബോധന ചെയ്തിരുന്ന നേരത്തെ ഇവിടെ നമ്മൾ കേട്ട താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ സ്ഥാപക സ്വതർമുദരിസായിരുന്ന ബഹുമാനപ്പെട്ട നിറമരുദൂർ പീരാങ്കുട്ടി മുസ്ലിയാർ ശൈഖുനായേക്കാളും മുന്തിയ പ്രായമുള്ള ഉയർന്നു നിൽക്കുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ വഇൻ ഹമലതുഹു റീഹു ഇലൈഹി, കച്ചവടത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ കാറ്റ് അങ്ങോട്ട് എത്തിച്ചു കൊടുത്താലും ശരി മതിയാവുകയില്ല എന്ന് ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇതിലൂടെ കേട്ടാൽ ഏതായാലും മതിയാവുകയില്ല എന്ന് ഫതുഹുൽ മുനോദി കൊടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. സ്വതക്ക പറയുന്നതിന് മുമ്പ് തന്നെ ഞാനിത് പറയാറുണ്ട് എന്ന് വന്യവയോധികരായ നിറമരുദൂർ പീരാങ്കുട്ടി മുസ്ലിയാരെ പോലോത്ത അള്ളാഹുവിന്റെ മുവഫ്ഫഖുകളായ ഭൗതിക താല്പര്യങ്ങളോ മറ്റു യാതൊരു മോശപ്പെട്ട ചിന്തകളും ഇല്ലാത്ത മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അവരൊക്കെയാണ് നമ്മുടെ മാതൃകകൾ. കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അഭിവന്ദരായ താജുൽ ഉലമ ബഹുമാനപ്പെട്ട വണ്ടൂരിലോർ, ഷംസുൽ ഉലമ നാദാപുരത്തെ കീഴനൂർ, അവരുടെ സഹപാഠിയായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ, നവ്വറല്ലാഹു മറാഖിദഹും, ആരിഫീങ്ങളും ദാക്കിരീങ്ങളുമായിട്ടുള്ള കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാവലൂർ ഖാളി, ഈ ഭാഗത്ത് നമുക്ക് അറിയാലോ, വലിയ വലിയ ആരിഫീങ്ങളും സൂഫിയാക്കളും ഔലിയാക്കളുമായിട്ടുള്ള പഴയ കാലത്ത് നിരാക്ഷേപം എല്ലാവരും അംഗീകരിക്കുന്ന ഔലിയാക്കളും ആരിഫീങ്ങളുമായിട്ടുള്ള ഇവരൊക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അവരോടൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? അവരോടൊപ്പം നിൽക്കുന്ന ഈ കൊച്ചു സംഘത്തെ കൊച്ചു സംഘമെന്നും എവിടെയില്ലാത്തവരെന്നും പറഞ്ഞ് പരിഹസിക്കുകയാണോ വേണ്ടത്? ആരിലേക്കാണ് ആ പരിഹാസം ചെന്നെത്തുന്നത്? ഈ ജുമാ ഖുതുബയെ പരിഹസിക്കുന്ന ആളുകൾ ആരെയാ പരിഹസിക്കുന്നത്? മുത്തുനബിയുടെ ഖുതുബയല്ലേ, മുൻഗാമികളായ സ്വഹാബത്തിന്റെയും ഔലിയായിന്റെയും ഖുതുബയല്ലേ പരിഹസിക്കുന്നത്? ഇവിടെ മാത്രമുള്ളതാണോ? ഇനി ആണെങ്കിൽ തന്നെ അത് നിസ്സാരവൽക്കരിക്കാമെന്നാണോ, പരിഹസിക്കാമെന്നാണോ, അവർക്കുള്ള അവകാശം ധ്വംസിക്കാമെന്നാണോ? എവിടെയെല്ലാം ഉണ്ടോ ഇക്കാലത്തും പല നാട്ടിലുമുണ്ട്. അതൊന്നും വേണമെന്നില്ല. പഞ്ചാബിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ദയൂബന്ദിലെ ദാറുലൂമിലെ പണ്ഡിതന്മാരിൽ ഇക്കാലത്തുമുണ്ട്. ബറേൽവികളായിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അവരാണല്ലോ പുറം ലോകത്ത് ഇവിടെയുള്ള സുന്നി സംഘടനകളുടെ മാതൃസംഘടനയായിട്ടും പിന്നെ പിന്തുടരുന്നവരായിട്ടും പരിചയപ്പെടുത്തുന്നത്. അവരുടെ നേതാക്കൾ പോലും അതിൽ മദ്ഹബ് വ്യത്യാസപ്പെട്ടവരുണ്ട്, നമ്മുടെ മദ്ഹബിൽപ്പെട്ട ആളുകളുണ്ട്. ഇവരൊക്കെയും ഇല്ലേ? 967 ഇത് പാസ്സാക്കുമ്പോൾ ഒറ്റക്കാരും കൂടെ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 967 ഈ വിവാദം വരുന്നത്, സമസ്തയുടെ പ്രശ്നം വരുന്നത്. അതിന് മുമ്പ് 960കളിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ നൽകിയിട്ടില്ലേ നമ്മുടെ ഉലമാക്കൾ? അത്തംബീഹുൽ മുഹിം എന്ന പേരിൽ 966 ഒരു ഫത്വ സമാഹാരം ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൽ ആരെല്ലാം ഉണ്ട്? അഭിവന്ദരായ ഷംസുൽ ഉലമ ഖുതുബി തങ്ങളുടെ ഫത്വയുണ്ട്, അഭിവന്ദരായ താജുൽ ഉലമയുടെ ഫത്വയുണ്ട്. താജുൽ ഉലമ അതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്ന് പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് അഭിവന്ദരായ താജുൽ ഉലമ. ഇതിന്റെ ശാസ്ത്രീയമായ വശം പഠിച്ചുകൊണ്ട് തന്നെ അവിടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ അവരെല്ലാവരും പോയ വഴിയിലേക്ക്, മറ്റുള്ളവരുടെ വഴിക്കത് എതിരല്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സംസ്ഥാനയുടെ വഴിയിലേക്ക്. സംസ്ഥാന ഇതിൽ സംഘടനാപരമായി തീരുമാനിച്ചിട്ടില്ല. ഈ പ്രശ്നമുണ്ടായതിന്റെ ശേഷം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പൊതുസമൂഹത്തോട് പറഞ്ഞൊരു ആഹ്വാനമുണ്ട്. എത്ര നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ പ്രഖ്യാപനം, പ്രസ്താവനം! ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്പീക്കർ വിഷയത്തിൽ പറ്റില്ലെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, പറ്റുമെന്ന് പറയുന്ന ആളുകളുമുണ്ട്, നല്ലതെന്ന് പറയുന്ന വിഭാഗമുണ്ട്. എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം നിരാക്ഷേപം ജുമുഅ സ്വഹിയാകുവാൻ ഇത് ജുമുഅ ഖുതുബകളിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കൂ എന്ന നസീഹത്ത് തുളുമ്പി നിൽക്കുന്ന ഉഖ്റവിയായ ഉലമാ സംഘം പറഞ്ഞു വേണ്ട, പുറത്തുവിടേണ്ട ആ ഒരു ഉപദേശം, ആ ഒരു നസീഹത്ത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇത് ശരിയല്ല, ഞങ്ങളുടെ തീരുമാനം അത് നിങ്ങൾ നടപ്പാക്കണമെന്ന ധാർഷ്ട്യമല്ല, ആ ഒരു ഫാഷിസ ചിന്തയല്ല. എല്ലാവരുടെ അഭിപ്രായ പ്രകാരവും സ്വഹിയാവുന്ന ആ ഒരു ജുമുഅ ഖുതുബക്ക് നിങ്ങൾ അവസരമുണ്ടാക്കണമെന്ന്
ദീനിന്റെ പേരിൽ അപേക്ഷിക്കുകയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ അന്ന് ചെയ്തിട്ടുള്ളത്. ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വെക്കുന്ന സ്ഥലങ്ങളിൽ ഫസാദ് ഉണ്ടാക്കുവാനോ ഫിത്ന ഉണ്ടാക്കുവാനോ പ്രശ്നമുണ്ടാക്കുവാനോ നമ്മളാരും മുതിരാറില്ല. അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതാണോ നിങ്ങളോട് ചെയ്ത തെറ്റ്? എങ്കിൽ അത് നിങ്ങൾ പൊറുക്കണം. അത് ഞങ്ങൾ ചെയ്യില്ല. ആ ഒരു ശൈലി ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. പറയേണ്ടത് ഞങ്ങൾ പറയും, മാന്യമായി ഞങ്ങൾ പറയുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ദീനിന്റെ ശരിയായ ആശയം ഞങ്ങൾ പറയുന്നു. ഇത് ഇവിടെയുള്ള മാത്രമല്ല, എല്ലായിടത്തും ഉള്ളതാണ്. ഇനി എല്ലായിടത്തും ഇല്ലെങ്കിലും ഇതാണ് ദീൻ, ഇതാണ് ശാഫിഈ മദ്ഹബിന്റെ നിയമം. അത് മുൻഗാമികളായ ഉലമാക്കളുടെ നിയമമാണ്. നിയമങ്ങളും ഉലമാക്കളെയും ഒന്നും നോക്കുന്നില്ല എങ്കിലും എല്ലാവരും അംഗീകരിക്കുന്ന പുത്തൻവാദികളാവട്ടെ, മുജാഹിദുകളാവട്ടെ, ജമാഅത്തുകാരാവട്ടെ, എല്ലാവർക്കും പറ്റുന്ന 14 നൂറ്റാണ്ട് മുമ്പ് ഇവിടെ തുടങ്ങിവെച്ച മുത്തുനബിയും സ്വഹാബികളും തുടങ്ങി വെച്ചിട്ടുള്ള ആ ഒരു ജുമുഅ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ആരാധന, അതിലേക്ക് നിങ്ങളുടെ നാട്ടിൽ അതിലേക്ക് കണ്ണിച്ചേരുവാൻ, ആ രൂപത്തിൽ നടത്തുവാൻ നിങ്ങളുടെ നാട്ടിൽ ഒരു അവസരം ഉണ്ടാക്കാൻ ചില ആളുകൾ വരുമ്പോ 2 കൈയും നീട്ടി നിങ്ങൾ അവരെ സ്വീകരിക്കൂ. തുബാലിൽ ഖുറബ, ഈ പരിചയമില്ലാത്ത വാദവുമായി വരുന്ന ആളുകൾ, പാരമ്പര്യവുമായി വരുന്ന ആളുകളാണ്. അവരെ നിങ്ങൾ മംഗളം അല്ലാഹുവിന്റെ റസൂൽ നൽകിയിട്ടുള്ള ആശംസകൾ അർപ്പിച്ചിട്ടുള്ള അവിടുന്ന് അഭിനന്ദിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ പൂ നൽകി സ്വീകരിക്കേണ്ടവരല്ലേ? നിങ്ങൾ അവരെ സ്നേഹിക്കേണ്ടവരല്ലേ? പിന്തുണക്കേണ്ടവരല്ലേ? ആ ആളുകളെ അതിന് പകരം അവരെ നമ്മൾ സ്നേഹിക്കേണ്ടതിന് സ്വീകരിക്കേണ്ടതിന് പകരം അവരെ പിണ്ടം വെച്ച് പുറത്തു ചാടിക്കുകയാണോ വേണ്ടത്? ഇന്നും എത്ര നാടുകളിൽ കാരണവന്മാരായ ആളുകൾ, വലിയ വലിയ ഉലമാക്കളായ ആളുകൾ, പ്രായം ചെന്നിട്ടുള്ള ആളുകൾ, അവർ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ആശയപ്രകാരം ജുമുഅ നടത്താൻ അവസരമില്ലാത്തതിന്റെ പേരിൽ വേറെ നാടുകളിലേക്ക് ബസ് കയറിയിട്ട് യാത്ര ചെയ്തുകൊണ്ട് പോവേണ്ട ഒരു ദുര്യോഗം അതൊരു നാട്ടിലുണ്ട് എങ്കിൽ അത് എത്രമാത്രം ആ നാടിന് അപമാനമല്ല? അത് അഭിമാനമാണോ? അതാണോ സംഘടനാ വിജയം? അതാണോ ഒരു വിശ്വാസിക്ക് ഭൂഷണം? എത്രയോ നാടുകളിൽ വലിയ വലിയ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, നടക്കാൻ കഴിയാത്ത പ്രായം തന്നെ വയോധികന്മാരായ ആളുകൾ സ്വന്തം നാട്ടിൽ ജുമുഅക്ക് പങ്കെടുക്കുവാൻ അവസരമില്ല, മറ്റു നാട്ടിലേക്ക് പോവേണ്ടി വരുന്നു, വീട്ടിലിരിക്കേണ്ടി വരുന്നു, ളുഹർ നിസ്കരിക്കേണ്ടി വരുന്നു. എത്ര കഷ്ടം, എത്ര വേദനാജനകം! ആരാണ് ഇതിന്റെ ഉത്തരവാദിയെങ്കിൽ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളെങ്കിൽ നാളെ അവര് വിരൽ കടിക്കേണ്ടി വരില്ലേ? തീർച്ചയായും കടിക്കേണ്ടി വരും. ആ ഒരു ദുര്യോഗം ഒരു നാടിനും ഉണ്ടായിക്കൂടാ. ഇനി ആ ഒരു കാലത്ത് ആരഭിപ്രായമുള്ളവരാരുമില്ലെങ്കിലും മരണപ്പെട്ടു പോയ എല്ലാ മഹത്തുക്കളുടെയും അഭിപ്രായം അങ്ങനെയാകുമ്പോ അവരിത് കാണുന്നുണ്ട് എന്നുള്ളതല്ലേ വിശ്വാസികളുടെ വിശ്വാസം? ജീവിതകാലത്ത് അവർക്ക് പറ്റുന്ന രൂപത്തിൽ മൈക്കെല്ലാം ഒഴിവാക്കി അവർ വഫാത്തായി മണ്ണിന്റെ ഇടയിൽ കിടക്കുമ്പോഴേക്ക് അവിടെ മൈക്ക് വെക്കുന്ന നാടുകളും ധാരാളമായി കണ്ടുവരുന്നു. എന്ത് സുന്നികൾ! ഇവരിതൊന്നും അറിയില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവരതിൽ വേദനിക്കില്ലെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇതെല്ലാം കണ്ടും കേട്ടും വേദന സഹിച്ചുകൊണ്ട് അവരവിടെ കിടക്കുമ്പോ അതിനോട് ചെറിയ ഒരു വേദന പോലും തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സെത്ര മോശം! നമ്മുടെ സുന്നി വിശ്വാസം എവിടെ കിടക്കുന്നു? അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ഒരു സുന്ദരമായ ജുമുഅ ഖുതുബക്ക് നിങ്ങൾ അവസരം ഒരുക്കണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞാലും, അത് ഒരാളെ മാത്രമാണെങ്കിലും, അതൊരു ആലിമല്ലാത്തൊരു നാടനാണെങ്കിലും, എത്ര താഴ്ന്ന ആളാണെങ്കിലും, ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് കാലത്തുള്ള ആളാണെങ്കിലും, എത്ര വിവരമില്ലാത്ത ആളാണെങ്കിലും ശരി, അത് നിങ്ങൾ ചെവി കൊടുക്കണം, അത് നിങ്ങൾ ഏറ്റുപിടിക്കണം. ആ സുന്ദരമായ ജുമുഅ ഖുതുബക്ക് എല്ലാ നാട്ടിലും അവസരമുണ്ടാകണമെന്ന് മാത്രമേ നസീഹത്തായി ഗുണകാംക്ഷയോടുകൂടെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ പറയുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും ആ ബോധ്യത്തിനനുസരിച്ച് നല്ല മനസ്സോടുകൂടെ, വാശിയില്ലാതെ, സംഘടനാ പ്രശ്നങ്ങളില്ലാതെ, സംഘടനാ വാശിയില്ലാതെ, സംഘടനാ ഫാഷിസം ഇല്ലാതെ, ഗുണകാംക്ഷയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ ഈ രൂപത്തിൽ മാറി ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ പുനരാലോചിക്കുവാൻ, പുതിയ രീതിയിൽ നടത്താൻ അഥവാ പഴയ രീതി കൊണ്ടുവരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ബോധം നൽകി, അറിവ് നൽകി, അവസരം നൽകി നമ്മെയും എല്ലാ നാടിനെയും വിശ്വാസികളെയും തുണക്കുമാറാവട്ടെ.
വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ സംസാരിച്ച ഈ മൈക്കിനെ സംബന്ധിച്ച് തന്നെയാണ്. അതിന് മറുപടി പറയേണ്ട ആവശ്യം ഇനി ഇല്ല എന്നാണ് തോന്നുന്നത്. ചോദ്യം എന്തായാലും ഒന്ന് വായിക്കാം, കേൾക്കുന്നവർക്കറിയാം മറുപടി ഇനി പറയേണ്ടതുണ്ടോ എന്ന്. ഖുത്ബ 40 ആളെ ഖതീബിൻ്റെ തനത് ശബ്ദത്തിൽ കേൾപ്പിക്കണം, നിങ്ങളുടെ വാദം ബ്രാക്കറ്റിൽ, എന്നല്ലാതെ മറ്റു ഇബാദത്തുകളിൽ മൈക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റുണ്ടോ? ഏതെല്ലാം ഇബാദത്തുകളിലാണോ അതിൻ്റെ ഷർത്തുകൾക്കോ ഫർളുകൾക്കോ തടസ്സം വരുന്നതെങ്കിൽ ആ ഇബാദത്തുകളിൽ ഒന്നും വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ, ഏത് പുതിയതും നിങ്ങൾ കൊണ്ടുവന്നോളൂ, എവിടെയും കൊണ്ടുവന്നോളൂ. ഏതെങ്കിലും ഒരു ഇബാദത്തിൽ, ആരാധനയിൽ അതിൻ്റെ അന്തസത്തക്ക് തടസ്സമാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പുതിയതുണ്ടോ, അതൊന്നും വേണ്ട എന്ന് തന്നെ. വെറും ജുമാ ഖുത്ബ മാത്രമല്ല, ഏത് കാര്യമായാലും നമ്മൾ നോക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, പുതിയതാണോ അല്ലേ എന്നല്ല. നേരത്തെ നമ്മളോട് പറഞ്ഞല്ലോ, കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറയുന്നത് പോലും വിശദീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. പുതിയത് നമ്മുടെ ആചാരങ്ങളിൽ, പുണ്യം കിട്ടുന്ന ആചാരങ്ങളിൽ പോലും പുതിയ രൂപങ്ങൾ കൊണ്ടുവരാം, എന്തും കൊണ്ടുവരാം എന്ന് പറയുമ്പോഴും ഇബാദത്തിന്റെ ഷർത്തുകൾക്കോ ഫർളുകൾക്കോ പ്രശ്നം സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കണം. അതേതൊക്കെയുണ്ട് വിശദീകരിക്കുവാൻ സമയമില്ല. അവിടെ എല്ലാം ഈ ഒരു പ്രശ്നം നമുക്കുണ്ട്, അത് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അതിൽ ഒരു ഉപചോദ്യം കൂടി, ഖതീബിന്റെ ശബ്ദം വേർതിരിച്ച് തന്നെ നാം കേൾക്കുന്നുണ്ടല്ലോ, അതിലെവിടെയാണ് കുഴപ്പം? അതിലൂടെ കേൾക്കുന്നത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ അത് എൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇത് വേറെയും അത് വേറെയും കേൾക്കുന്നുണ്ട്, വേർതിരിച്ച് കേൾക്കുന്നുണ്ട് എന്നാണോ? അതൊരിക്കലും ആവൂല. അപ്പൊ നിങ്ങൾ ആരും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല, അത് മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ, രണ്ടും വേർതിരിച്ച് കേൾക്കൂല. പിന്നെ ഉദ്ദേശം ഇത് എൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് വേർതിരിച്ചറിയാവുന്ന രൂപത്തിലല്ലേ അത്, അപ്പൊ നമ്മൾ തന്നെയല്ലേ എന്ന്. അതിന് മറുപടി പറയേണ്ടതില്ലല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വേർതിരിച്ചറിയുന്ന ഫോട്ടോ, വേർതിരിച്ചറിയുന്ന വീഡിയോ, വേർതിരിച്ചറിയുന്ന വോയിസ് ക്ലോണിംഗ് അടക്കമുള്ള പുതിയ ശബ്ദങ്ങൾ യന്ത്രങ്ങളിൽ ഉണ്ടാവുന്നത് വേർതിരിച്ചറിയുന്നുണ്ട്, അവന്റെ സമാനമായ ശബ്ദമാണ് എന്നതുകൊണ്ട് പറ്റുമെങ്കിൽ റേഡിയോ പറ്റട്ടെ, ഫോണ് പറ്റട്ടെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം ആധുനിക സംവിധാനങ്ങളുണ്ടോ അതൊക്കെ പറ്റട്ടെ. അപ്പൊ അതല്ല, വേർതിരിച്ചറിയുന്നു എന്നതുകൊണ്ട് മാത്രം ഇത് അതാവൂല. യന്ത്രശബ്ദം എന്നും യന്ത്രശബ്ദം തന്നെ, അത് ഏത് യന്ത്രമായാലും, സ്പീക്കർ യന്ത്രമായാലും നേരത്തെ പറഞ്ഞ വിവിധ യന്ത്രങ്ങളായാലും അത് യന്ത്രശബ്ദം, ഇത് മനുഷ്യ ശബ്ദം. മനുഷ്യ ശബ്ദത്തോട് സമാനമാണ്, സാമ്യതയുണ്ട് എന്നതുകൊണ്ട് മനുഷ്യ ശബ്ദം യന്ത്രശബ്ദമാവുമെന്ന് പറയുന്നത് ഒരല്പം വെളിവുള്ള ആളുകളാണെങ്കിൽ ഇനി അത് പറയുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ശബ്ദതരംഗം വൈദ്യുതി തരംഗമായി മാറ്റി വീണ്ടും ശബ്ദതരംഗമായി മാറ്റുമ്പോൾ ശബ്ദത്തിന്റെ ഉടമയെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടല്ലോ, അത് പാടില്ല എന്ന് ഏത് കിതാബില? അതിന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് തന്നെയാണ് ഈ സാധുക്കൾ. ഇവരാണ് ലോകം തിരിയുന്ന ആളുകൾ എന്നാ പറയുന്നത്. യന്ത്രശബ്ദമാണ്, മനുഷ്യ ശബ്ദമല്ല എന്ന് നാം പറയുമ്പോൾ നമ്മൾ ലോകം തിരിയാത്തവരും ശാസ്ത്രം തിരിയാത്തവരും. യന്ത്രശബ്ദം മനുഷ്യ ശബ്ദം തന്നെയാണ്, കാരണം തിരിച്ചറിയുണ്ടല്ലോ, സമാനതയുണ്ടല്ലോ, അതുകൊണ്ട് ഇത് അതന്നെയാണ് എന്ന് പറയുന്ന ആളുകൾ ലോകം തിരിയുന്നവർ. ഇങ്ങനെ ചില പുകമറകൾ സൃഷ്ടിച്ച് അതിലൂടെ അങ്ങനെ പോകുന്ന ആളുകളാണ് ഇതിന്റെ പിന്നിലുള്ളത്. പണ്ടെന്നോ ആരോ പറഞ്ഞിട്ടുള്ള, കഥയറിയാതെ പറഞ്ഞിട്ടുള്ള ചില വാദങ്ങളും ചില ന്യായങ്ങളും ചില നൊണ്ടി ന്യായങ്ങളും മാത്രമാണ് ഇതിനുള്ളത്. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാലം വരും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പുതിയ പുതിയ യന്ത്രങ്ങൾ വരട്ടെ. പിന്നെ കറൻസികൾക്ക് അഥവാ ഇന്ത്യൻ രൂപ, അമേരിക്കൻ ഡോളർ പോലോത്തതിന് സക്കാത്തില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ?
നിസാബിന്റെ തുല്യം ഒരാളുടെ കയ്യിൽ ഒരു വർഷം പൂർണ്ണമായി കൈവശമുണ്ടെങ്കിലും, വിശദീകരിക്കാൻ സമയം വേണം, എന്നാലും പറയുന്നു, ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതായിരിക്കും പ്രചരണം, ചോദിച്ചിട്ട് മറുപടി നൽകിയില്ല എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശാഫിഈ മദ്ഹബ് പ്രകാരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഷാഫിഈ മദ്ഹബ്, നമ്മൾ ഷാഫിഈ മദ്ഹബുകാരാണ്. സക്കാത്തിന്റെ വിഷയത്തിൽ വിവിധ മദ്ഹബുകളുണ്ട്, അവർക്കെല്ലാം അവരുടേതായ ന്യായമുണ്ട്. നമ്മുടെ മദ്ഹബിൽ എന്തിനാണോ സക്കാത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിന് സക്കാത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നു. കറൻസി എന്ന് പറയുന്ന നോട്ട് സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുവാണോ അല്ലേ എന്ന് പണ്ടൊക്കെ പണ്ടേ ചർച്ച നടക്കുന്നതാണ്. പക്ഷെ ആ ചർച്ചക്ക് ഒരു അർത്ഥമുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന ഈ കറൻസി എന്ന് പറയുന്ന ഈ സാധനം അത് നഖദാണ്, സ്വർണ്ണവെള്ളിന്റെ സ്ഥാനത്താണ്, അതിന്റെ എല്ലാ നിയമങ്ങളും അതിന് വരും എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. തീർത്തും അബദ്ധമായ വാദം. പക്ഷെ അപ്പോഴേക്ക് ഉപചോദ്യങ്ങളും മറുചോദ്യങ്ങളും കണ്ണുരട്ടലുകളുമാണ്. കറൻസിക്ക് സക്കാത്തില്ല എങ്കിൽ ഇവിടെ മുതലാളിമാർക്ക് ഓശാന പാടുകയാണ്, ആരും സക്കാത്ത് കൊടുക്കണ്ട എന്നാണോ? സക്കാത്ത് എന്ന് പറയുന്നത് നിശ്ചിതമായ സ്വത്തുക്കൾക്ക് നിശ്ചിതമായ ആളുകൾ നൽകുന്ന ഒരു ചെറിയ ഇബാദത്താണ്. ചെറുതെന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കല്ല, എല്ലാ സ്വത്തുക്കൾക്കും ഉള്ളതാണ് എന്നല്ല, ചില സ്വത്തുക്കൾക്ക് മാത്രം. ആ സ്വത്തുക്കൾ ആരുടെ കയ്യിലാണോ ഉള്ളതെങ്കിൽ അവർ കൊടുക്കണം. അവിടെ പാവപ്പെട്ടവരെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ല, ഇതെല്ലാവർക്കും അറിയും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരെ വസ്വാസാക്കാൻ വേണ്ടി ഓരോന്ന് ചോദിക്കാണ്. അരി, നെല്ല്, ഇത് സക്കാത്ത് നിർബന്ധമാകുന്നതാണ്, അതിന് പ്രത്യേകമായ ഒരു അളവുണ്ട്. അത് ആരുടെ കയ്യിലാണോ ഉള്ളത് എങ്കിൽ അവർ സക്കാത്ത് കൊടുക്കണം. ഒരു പക്ഷേ പാവപ്പെട്ട ഒരു കർഷകനായിരിക്കും അത്, എന്നാലും സക്കാത്ത് കൊടുക്കണം. ഇവിടെ ലോറി, സ്ഥലങ്ങള്, വാഹനങ്ങള്, മറ്റുള്ള ബംഗ്ലാവുകള്, എന്തെല്ലാം സംഗതികളുണ്ടോ, അത്തരം മുതലുകളുടെ എല്ലാം മുതലാളിമാരായി നടക്കുന്ന ആളുകൾ, അവർക്ക് അതിനൊക്കെ സക്കാത്ത് വേണമെന്ന്, കറൻസിക്ക് സക്കാത്ത് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പറയുന്നുണ്ടോ? കറൻസി ഒരു മുതലല്ലേ, ഒരു സമ്പത്തല്ലേ, അതിന് സക്കാത്ത് വേണമെന്ന് പറയുന്ന ആളുകൾ ഇവിടെയുള്ള ഭൂ ഉടമകൾക്ക്, ഇവിടെയുള്ള വലിയ വലിയ കോട്ടേഴ്സുകൾക്കും ബംഗ്ലാവുകൾക്കും സക്കാത്ത് ഉണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതാരും പറയുന്നില്ലല്ലോ. വലിയ വലിയ വരുമാനം കിട്ടുന്ന സംഗതികളല്ലേ അത്. കച്ചവട സക്കാത്തല്ല, ആ വസ്തുവിന് മുതലിന്റെ സക്കാത്തില്ല. അഥവാ മുതലിന്റെ സക്കാത്ത് നിശ്ചിതമായ മുതലുകൾക്കുള്ളതാണ്. അവ പാവപ്പെട്ടവന്റെ കയ്യിലാണെങ്കിലും മുതലാളിയുടെ കയ്യിലാണെങ്കിലും അത് കൊടുക്കണം. അതാ 2.5% കൊണ്ട് കഴിയണ കേസേ ഉള്ളൂ. എന്നാൽ മുതലാളിമാരുടെ ബാധ്യത അതല്ല. അതാ നമ്മുടെ ഉലമാക്കൾ പറയുന്നത്. അഭിവന്ദരായ ഹുജ്ജത്തുൽ ഉലമ മൗലാന അവർകൾ മുതലാളി ബാധ്യത എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. ആ പേരിൽ തന്നെ സക്കാത്ത് മുതലാളിമാരുടെ ബാധ്യതയല്ല, മുതലിന്റെ ബാധ്യതയാണ്. മുതലാളിമാരുടെ ബാധ്യത 2.5% നിൽക്കുകയില്ല എന്ന് കാരണസഹിതം അഭിനന്ദനായ മൗലാന സമർത്ഥിച്ചിട്ടുണ്ട്. വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അത് വായിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പീക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതിന്റെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളും മതപരമായ വിശദീകരണങ്ങളും പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ഉലമാക്കളും അതിനെതിരെ മറുവശം ഉന്നയിക്കുന്ന ആരോപണങ്ങളും അതിനുള്ള മറുപടികളുമെല്ലാം കൃത്യമായി അവിടുത്തെ ജുമുഅ ഖുത്ബ എന്ന് പറയുന്ന മലയാള പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. വിശദമായുള്ളവർ അത് വായിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ബാങ്ക് നിക്ഷേപകന് നിക്ഷേപത്തിന്റെ പേരിൽ നൽകുന്ന അധിക തുക സ്വീകരിക്കാമോ? നിങ്ങളുടെ നയമെന്താണ്? ഇതിലൊന്നും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയ്ക്ക് സംഘടനാപരമായിട്ടുള്ളൊരു നയം ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നയം എന്താണ്, നിങ്ങളുടെ വാദം എന്താണ് എന്ന് സംഘടനാപരമായി നമ്മളോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്ന് നേരത്തെ പ്രമേയ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ, ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ. ഈ ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടാൻ തന്നെ കാരണം ഈ സംഘടനാപരമായിട്ടുള്ള തീരുമാനമാണ്. സ്പീക്കർ പറ്റുമെന്ന് പാസാക്കിയതല്ല. സ്പീക്കർ പറ്റുകയില്ലേ എന്നുള്ളത് ഒരു ഫിഖ്ഹിയായ വിഷയമാണ്. എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം. പണ്ടക്കും പണ്ടേ അങ്ങനെയാണല്ലോ. ഒരുപാട് വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകൾ സമസ്തയിലുണ്ട്.
പറ്റുമെന്ന് ഫത്വ നൽകുന്ന ആളുകൾ, പറ്റില്ലെന്ന് ഫത്വ നൽകുന്ന ആളുകൾ. അവരുടെ റൂട്ടിന് അവർ പോകും, ഇവരുടെ റൂട്ടിന് ഇവരും പോകും. ആ സുന്ദരമായ ശൈലിക്ക് തടസ്സം നിന്നുകൊണ്ട് പണ്ഡിത സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളഞ്ഞതാണ് സ്പീക്കർ ഖുതുബക്ക് കുഴപ്പമില്ല എന്ന സംഘടനാ തീരുമാനം. ആ സംഘടനാ തീരുമാനത്തിന്റെ പേരിൽ പുതിയ സംഘടന ഉണ്ടാക്കിയ ആൾക്കാരോട് ഈ സ്പീക്കറിന്റെ പേരിൽ പോലും ഞങ്ങൾ സംഘടനാ തീരുമാനം എടുത്തിട്ടില്ല എന്ന, പറ്റുമെന്ന് പറയുന്ന ആളുകൾക്കും ന്യായുക്തമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സംഘടനയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഇത് ഹറാമാണെന്ന് സംഘടന തീരുമാനിച്ചിട്ടില്ല. ശാഫിഈ മദ്ഹബ് പ്രകാരം അത് പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റുള്ള മദ്ഹബുകളിലേക്കോ മറ്റുള്ള ആളുടെ അഭിപ്രായങ്ങളോ അതുപോലും പറയുന്നില്ല. അത് ഉണ്ടെങ്കിൽ, ന്യായുക്തമാണെങ്കിൽ അത് വകവെച്ചു കൊടുക്കണമെന്ന് പറയുന്ന ആളുകളാണ്. പിന്നെ നമ്മോട് നിങ്ങളെ ന്യായം വാദം എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് സംഘടനാപരമായി ചോദിക്കുന്നതിന് അർത്ഥമില്ല. അലബിന് എൻ്റെ നിലപാടെന്ന് പറയണം. അത് നിങ്ങളാരും ചോദിക്കുമല്ലോ ഒരു വ്യക്തിയുടെ നിലപാടിന്. ശാഫിഈ മദ്ഹബിന്റെ നിലപാടാണെങ്കിൽ ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ എന്താണോ നമ്മൾ പറയുന്നത് എങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എതിരഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. നമ്മൾ പലിശ എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ കൂടുതൽ നൽകണമെന്ന് ആ ഇടപാടിനകത്ത് ഒരു ഉപാധി വച്ചാൽ അത് പലിശയാണ്. എല്ലാ കിതാബിലും ഉള്ളതാണ്. കൂടുതൽ നൽകണമെന്ന് വേണം എന്നില്ല, എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് നൽകണം എന്ന് ഡിമാൻഡ് വെച്ചാൽ അത് ആ സമയത്ത് വെക്കണം. ഇത് ഞാൻ നിനക്ക് കടം തരുന്നു, പകരം എനിക്ക് ഇന്നാലിന്ന ഉപകാരം ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചു തരുമ്പോൾ കൂടുതൽ നൽകണമെന്ന് ഡിമാൻഡ് വെച്ചാൽ ഇതാണ് കടപ്പലിശ. അങ്ങനെ വെക്കാതെ അവൻ കൂടുതൽ നൽകിയാലോ അത് വാങ്ങാമെന്ന് മാത്രമല്ല, അങ്ങനെ നൽകൽ അവനക്ക് സുന്നത്താണ്. അതല്ലേ നമ്മളെ നിയമം. ഇനി മുൻകൂട്ടി പറഞ്ഞു വെച്ചാലോ, മുൻകൂട്ടി ആ ഇടപാടിന്റെ സമയത്തല്ല, മുൻകൂട്ടി അങ്ങനെ തീരുമാനം ഉണ്ടാക്കി, ബാങ്ക് ചെയ്യുന്നത് പോലെ അവിടെ നിയമമുണ്ടാക്കി അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. ആ രൂപത്തിലാണ് എങ്കിലോ നമ്മുടെ മദ്ഹബിന്റെ നിയമപ്രകാരം ഫതുഹുൽ മുഈനിൽ പോലും പറയുന്നു അത് കറാഹത്താണ്, നല്ലതല്ല, മുഹറമായ റിബയാണ് എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയില്ല എന്ന് ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ പോവട്ടെ, ബാങ്കിൽ പോകുമ്പോ അങ്ങനെ ഇടപാട് നടത്തുന്ന ആളുകളാ പറയേണ്ടത്. ആ സമയത്ത് ഡിമാൻഡ് വെക്കുന്നുണ്ടോ എങ്കിൽ അത് പലിശയാണ്. ഡിമാൻഡ് വെക്കുന്നില്ലേ അത് പലിശയല്ല. വ്യത്യസ്ത ബാങ്കുകൾ ഉണ്ടാകാം, വ്യത്യസ്ത രീതികൾ ഉണ്ടാകാം, അതനുസരിച്ചാണ് അവർ ചെയ്യേണ്ടത്. നിയമം അതാണ്. അത് അവിടെ പോകുന്ന ആളുകളും ഇടപെടുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്ര മാത്രമേ അതിൽ നമുക്ക് പറയുവാനുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പലിശ മുൻകൂട്ടി പറഞ്ഞാൽ എന്തുകൊണ്ട് പലിശയല്ല? ഇത് മദ്ഹബിനോടും ഇസ്ലാമിനോടും വേണ്ട. നമ്മുടെ അടിസ്ഥാന നിയമം തന്നെ സക്കാത്ത് പലിശ പോലോത്തതെല്ലാം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്നതല്ല എന്നാണ്. എന്തുകൊണ്ട് 8 കൂട്ടം മുതൽ മാത്രം സക്കാത്ത്? അതിന്റെ വലിയ വലിയ എത്ര മുതലുകളുണ്ട്, എന്താ അതിനും സക്കാത്ത് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തിലാണോ സക്കാത്ത് ഉണ്ടെന്ന് പറഞ്ഞത് അതിൽ സക്കാത്ത്. അതിനപ്പുറം മുതലാളിമാർക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ബാധ്യത അവർ നൽകുക. എവിടെയാണോ പലിശ ആ വിഷയത്തിൽ പലിശയുണ്ട്. അതിൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത പലിശ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഇവർ പറയൂല. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സക്കാത്തും പലിശയും നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ നിരക്കുന്നതല്ല. അത് എവിടെയാണോ നമ്മുടെ മദ്ഹബ് സക്കാത്ത് ഉണ്ടെന്ന് പറയുന്നത് അതിനൊപ്പം നിൽക്കുന്നവരാണ് നാം. എവിടെയാണോ പലിശ ഉണ്ടെന്ന് പറയുന്നത് അതിനൊപ്പം നിൽക്കുന്നവരാണ് നാം. ബാങ്കിൽ അത് നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ഇടപാട് നടത്തുന്ന ആളുകളാണ് പറയേണ്ടത്. ഉണ്ടെങ്കിൽ പലിശയാണ്, ഇല്ലെങ്കിൽ പലിശയല്ല. ബാങ്കാണ്ട 2 വ്യക്തികൾ തമ്മിൽ നടക്കുമ്പോഴും ഇങ്ങനെ ഡിമാൻഡ് വെക്കുന്നുണ്ടോ പലിശയാണ്, അല്ലെങ്കിൽ അത് പലിശയല്ല. അവിടെ കറാഹത്ത് വരുന്ന രൂപമുണ്ട്, ഹറാമ് വരുന്ന രൂപമുണ്ട്, എല്ലാം ഉണ്ട്. അത് എന്താണോ ഇടപാട് അതിനനുസരിച്ചുണ്ടാവും എന്നുള്ള മദ്ഹബിന്റെ വ്യക്തമായ നിയമം തന്നെയാണ് നമ്മളും പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു, ഇത്രയേ ഉള്ളൂ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻധാരണകളില്ലാതെ സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, നമ്മെ പഠിക്കുവാൻ, നമ്മെ വായിക്കുവാൻ, നമ്മെ കേൾക്കുവാൻ, ഇതിന്റെ ആശയങ്ങളും ഇതിന്റെ വാദങ്ങളും ഇതിന്റെ നിലപാടുകളും ഏതെല്ലാം ഉണ്ടോ അതൊക്കെയും കൃത്യമായി പഠിക്കുവാൻ ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അഭിവന്ദരായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദരായ വക്താവ്, അത് ഈ സംഘടനയുടെ മാത്രം
പ്രത്യേകതയാണ്. കണ്ട ആളുകൾക്ക് മുഴുവനും കേറി ഇടപെടുന്ന ഒരു ശൈലി ഈ ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ആളുകൾക്ക് പറയാം, അത് അവനല്ല പറയേണ്ടത്, ഞാനാണ് പറയേണ്ടത് എന്നുള്ള ഒരു തർക്കം, ആ ഒരു വിഷയമേ ഈ ജംഇയ്യത്തുൽ ഉലമക്കില്ല. അഭിനന്ദനായ ശംസുൽ ഉലമ കീഴനൂറുടെ അവസാനം നടന്ന മുശാവറയിൽ സംഘത്തിന്റെ ഒരു വക്താവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വക്താവാണ് ഇന്ന് കേരളം കണ്ട സർവരാലും അംഗീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ അത്ഭുതം ഹുജ്ജത്തുൽ ഉലമ മൗലാന നജീബ് ഉസ്താദ് അവർകൾ. അവിടുത്തെ പുസ്തകങ്ങൾ, അവിടുത്തെ പ്രസംഗങ്ങൾ എല്ലാവർക്കെതിരെയും, യുക്തിവാദികൾക്കെതിരെയും എങ്ങനെ താത്വികമായ യുക്തിവാദികളെ നേരിടണം, എന്താണ് ശരിയായ രീതി, ക്രിസ്ത്യാനിസത്തെ എങ്ങനെ നേരിടണം, മറ്റുള്ള ആളുകളെ എങ്ങനെ നേരിടണം, വിദഗ്ധക്കാരുമായി എങ്ങനെ സംവദിക്കണം, അതിന്റെ റൂട്ട് എന്ത്, ഫിഖ്ഹിയായ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, മസ്അലകൾ എങ്ങനെ പറയണമെന്ന് ഒരു നേർ ചിത്രം, നേർ രേഖ, സുന്ദരമായൊരു വഴി ഈ കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്ത അഭിമന്യരായ മൗലാനയെ നിങ്ങൾ കേൾക്കണം, വായിക്കണം, തെറ്റിദ്ധാരണകൾ അകറ്റണം, കൂടുതൽ പഠിക്കണമെന്ന് മാത്രം ഈ നാട്ടുകാരോട് വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.